നിങ്ങളെല്ലാവരും യൂറോപ്പിലായിരുന്നു നിങ്ങളുടെ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അശ്വിൻ, അനന്തു, തേജസ്, നിങ്ങൾ എന്തിനാണ് ആക്ച്വലി യൂറോപ്പ് ചൂസ് ചെയ്തത്? എന്തിനാണ് നിങ്ങൾ യൂറോപ്പിൽ പോയത്? അശ്വിൻ തന്നെ പറ. ഞാൻ ആക്ച്വലി ഒരു ട്രാവലിന്റെ ഭാഗമായിട്ടാണ് യൂറോപ്പിലോട്ട് പോകുന്നത്. ഞാനിവിടെ ഇന്ത്യയിലൊക്കെ കുറച്ച് ഹിച്ച് ഹൈക്കിങ്ങും പരിപാടിയായിട്ട് നിന്നപ്പോൾ വെറുതെ ഒരു രസത്തിന് ഞാൻ ലാറ്റ്വിയയിലെ ഒരു യൂണിവേഴ്സിറ്റി കണ്ടിട്ട് ആപ്ലിക്കേഷൻ ഇട്ടതാണ്. പെട്ടെന്ന് എനിക്ക് കോൾ വന്നത്, ഇന്റർവ്യൂ റെഡി ആയിട്ടുണ്ട്, നാട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട്. ഞാൻ ആക്ച്വലി ഇറ്റലിയിലെ യൂണിവേഴ്സിറ്റി ഫ്രീ എഡ്യൂക്കേഷൻ ആദ്യം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ റിഗ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു ആഡ് കണ്ടു. ആഡ് കണ്ടിട്ടാണ് ഞാൻ ആപ്ലിക്കേഷൻ ഇടുന്നത്. അങ്ങനെയാണ് ഫസ്റ്റ് എനിക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു തോട്ട്. വേറെ ഒന്നുമില്ല, ഷെങ്കൻ വിസ, കുറച്ചധികം ട്രാവൽ ചെയ്യാം, ബാച്ചിലേഴ്സ് കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ജോലിക്ക് കയറാൻ ഒരു വൈബില്ലായിരുന്നു. മാസ്റ്റേഴ്സ് കൂടെ എടുക്കാം, എന്നിട്ട് പിന്നെ നോക്കാം. പിന്നെ നാട്ടിൽ നിന്നൊരു എസ്കേപ്പും കൂടെ ആയിരുന്നു. ഈ ബാച്ചിലർ സെയിം കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മാസ്റ്റർ തന്നെയായിരുന്നു? അല്ല, ഫസ്റ്റ് ഞാൻ എടുത്തത് പ്യുവർലി മാനേജ്മെന്റ് ആയിരുന്നു. ഞാൻ പഠിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു ബാച്ചിലേഴ്സ്. അതിനുശേഷം QAQC NDT എന്നൊക്കെ പറഞ്ഞ് കുറെ ചെയ്തു. അതിനുശേഷം ഞാൻ എടുത്തത് ഇന്റർനാഷണൽ എക്കണോമിക് റിലേഷൻസ് ആയിരുന്നു. പക്ഷെ അവിടെ ചെന്നിട്ട് ഒരു സെമസ്റ്ററിന് ശേഷം ഞാൻ അത് ചേഞ്ച് ചെയ്ത് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റിലോട്ട് എൻ്റെ കോറിലേക്ക് വരിക ചെയ്തത്. അനന്തു എങ്ങനെയായിരുന്നു? എനിക്ക് ആക്ച്വലി യൂറോപ്പിനെ പറ്റി വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു. സോ ഞാൻ ഇവിടെ ഒരു മാസ്റ്റേഴ്സ് ചെയ്തു, MTech ക്ലിയർ ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ക്ലിയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞാനിങ്ങനെ യൂറോപ്പിലേക്ക് എന്ന് പറയുന്ന കുറച്ചിങ്ങനെ പ്രൊമോഷൻസ് കണ്ടു. അങ്ങനെ ഞാൻ പ്രൊമോഷൻ കണ്ട ഒരു ഏജൻസിനെ കോൺടാക്ട് ചെയ്ത്. അപ്പോൾ എനിക്ക് ഈ യൂറോപ്യൻ സെൻട്രൽ സോൺ അങ്ങനെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇത്രയും കൺട്രീസിൽ പോകാമെന്നോ ഒരു ഐഡിയ ഇല്ലായിരുന്നു. സോ ഒരു ഫിനാൻഷ്യലി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊരു കൺട്രിയാണ് നോക്കിയത്. എനിക്ക് ഫിനാൻഷ്യലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു കൺട്രി. സോ അങ്ങനെ ലാറ്റ്വിയ ചൂസ് ചെയ്തു. റിഗ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി റാങ്ക് ഒക്കെ നോക്കിയാൽ വളരെ സൂപ്പറായിട്ട് നല്ല ഹയസ്റ്റ് പൊസിഷൻ റാങ്ക് ഉണ്ടായിരുന്നു. സോ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആക്ച്വലി ഞാൻ ആക്ച്വലി ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് ക്ലിയർ ചെയ്തത്. MTech എടുത്തത് മെക്കാനിക്കലില്. ആശാൻ കൂടെ ആയിരുന്നു കേട്ടോ, എന്റെ തൊട്ട് സീനിയറും കൂടെ ആയിരുന്നു പുള്ളി. നിങ്ങൾ രണ്ടുപേരും സെയിം യൂണിവേഴ്സിറ്റി? രണ്ടുപേരല്ല, 3 പേര്. തേജസിലോട്ട് വരാം. തേജസ് അപ്പൊ എങ്ങനെയായിരുന്നു അവിടെ എത്തിയത്? ഞാൻ എത്തിയത് ആക്ച്വലി 2017 എന്റെ കോഴ്സ് കംപ്ലീഷൻ കഴിയുന്നത്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത് ബിടെക്. ഓക്കെ. അതിനുശേഷം 3 മാസത്തിനുള്ളിൽ ഞാൻ യൂറോപ്പിലെത്തി. എല്ലാവരെക്കാളും ഏറ്റവും ഫസ്റ്റ് ഞാൻ എത്താനുള്ള പരിപാടിയായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊരു ട്രാപ്പാണ് ആക്ച്വലി. നമ്മളൊന്നൊരു എക്സ്പീരിയൻസ് ആയിട്ട് എത്തുന്നതാണ് കുറച്ചുകൂടി നന്നായിരിക്കും. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട്. ഞാൻ പഠിച്ചത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആയിരുന്നു. പറഞ്ഞ പോലെ തന്നെ റിഗ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. ഞാൻ എടുത്തത് കമ്പ്യൂട്ടറൈസ്ഡ് കൺട്രോൾ ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് റോബോട്ടിക്സ് ഒക്കെ ആയിട്ടുള്ള അതാണ് എൻ്റെ കോഴ്സ് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഒരേ ഹോസ്റ്റലും ഒരേ അടുത്തടുത്ത റൂമുകൾ തന്നെ ആയിരുന്നു. അങ്ങനെ ഒരുമിച്ച് ഫുഡ് കഴിക്കും, ഒരുമിച്ച് ഫുട്ബോൾ കളിക്കാൻ പോകും, ഒരുമിച്ച് വായി നോക്കും, എല്ലാം പറഞ്ഞ പോലെ നമ്മൾ നോക്കിയിരുന്നത് പോളണ്ട് ആയിരുന്നു ആദ്യം. അതിന് ഞാൻ കുറച്ച് ഓപ്ഷൻ നോക്കിയിരുന്നു. UK ആ സമയത്ത് PSW ഇല്ല, നമുക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു പെട്ടെന്ന് തന്നെ വരണം. പിന്നെ അതിനുശേഷം പോളണ്ട് നോക്കി, പോസ്നാൻ യൂണിവേഴ്സിറ്റിയിൽ കിട്ടി. പക്ഷെ അപ്പോയിൻമെന്റ് ഒരു വിഷയം കൊണ്ട് സ്റ്റക്കായി. അപ്പോഴാണ് ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ലാറ്റ്വിയയിൽ പഠിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ലാറ്റ്വിയയിൽ എത്തിക്കണേ. ആ സമയത്ത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ എനിക്ക് തോന്നുന്നല്ലേ 2017 സമയത്തൊന്നും ലാറ്റ്വിയ ഇത്ര ഫേമസ് ഒന്നും അല്ല. അന്ന് ഇവിടെ മാർക്കറ്റിലെല്ലാം UK, കാനഡ, ഓസ്ട്രേലിയ, ഇതാണ് മേജർ ഓപ്ഷൻസ്. നമുക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ല. അപ്പൊ അന്ന് 2019 ലാറ്റ്വിയ പറഞ്ഞ പേര് ആദ്യമായിട്ട് കേൾക്കുന്നത്. സോ ഞാൻ ചെയ്ത സമയത്ത് തേജസ് ബ്രോ അവിടെ ഉണ്ട്. ഈ റിഗ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അത് ഫേമസ് ആയിരുന്നു. യൂണിവേഴ്സിറ്റി വൈസ് അത്യാവശ്യം റാങ്കിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ട്. ഈ പോളണ്ടൊക്കെ യൂറോപ്യൻ യൂണിയനിൽ പോളണ്ട്, ജർമ്മനിക്ക് ആയിരുന്നു കുറച്ചുകൂടി ഫ്രണ്ടിൽ നിന്ന്. ഫ്രാൻസ് ഉണ്ടായിരുന്നു. ഈ 3 കൺട്രീസൊക്കെയാണ് നിന്നത്. ഇപ്പൊ ലാറ്റ്വിയ എന്നൊരു കൺട്രി അങ്ങനെയാണ് അറിയുന്നത്. ഇപ്പോ ഞങ്ങൾ പോകുന്ന സമയത്ത് ഹോസ്റ്റലിൽ തന്നെ ലൈക് ഫുൾ ഹോസ്റ്റലിൽ ഒരു 17 ഇന്ത്യൻസ് സംതിങ്ങേ ഉള്ളൂ, ഇന്ത്യൻസ് പോപ്പുലേഷൻ. പക്ഷെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് 2 ഹോസ്റ്റലിൽ നിറയും ഇന്ത്യൻസ് ആയി. അത്രയധികം ഹിറ്റായി. എനിക്കൊന്ന് 2019 തൊട്ട് 23 കാലഘട്ടം 22 വരെ ഭയങ്കര ആഫ്റ്റർ കോവിഡ് ആണല്ലോ നമ്മുടെ ഈ ഒരു ട്രെൻഡ് വരുന്നത് ഹയർ എഡ്യൂക്കേഷൻ. അതെ, അല്ല ആഫ്റ്റർ കോവിഡ് ആണ് പലരുടെയും. ഇപ്പൊ എന്റെ ആയാലും അനന്തുവിന്റെ ആയാലും അശ്വിന്റെ ആയാലും കരിയേഴ്സ് ചൂസ് ചെയ്ത് ആഫ്റ്റർ കോവിഡിന് ശേഷം ഇനി എന്തെന്നുള്ള തന്നെയാണ്. കുറെ പേർക്ക് എനിക്ക് തോന്നുന്നു ഒരു ചേഞ്ച് തന്നെയാണ്. സഡൻ ആയിട്ടാണ് ഒരു ഹൈക്ക് ഈ ഇൻഡസ്ട്രിയിൽ വന്നേക്കണത്. എഡ്യൂക്കേഷനിൽ പുറത്ത് പോകണം, അതൊരു സ്റ്റാറ്റസിന്റെ ഭാഗമായി തുടങ്ങി. ചിലർക്ക് കല്യാണം കഴിക്കാനുള്ള ഓപ്ഷനായി തുടങ്ങി. പണ്ട് ദുബായ് പോയിരുന്നത് യൂറോപ്പാണ്. എന്തെങ്കിലും ഒരു ജോലി യൂറോപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ പ്രൊപ്പോസൽസിന്റെ എണ്ണം വളരെ കൂടുതലാണ്. പക്ഷെ നാട്ടിലാണ് ഗൾഫിലാണ്. പണ്ട് ദുബായില് ഫാമിലി വിസ ഉണ്ടോ എന്ന് ചോദിക്കും. ഇപ്പൊ യൂറോപ്പിൽ PSW ഉണ്ടോ, PR ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഈ യൂറോപ്പ് വെറുത്താണ്. അപ്പൊ നിങ്ങളിപ്പോ 3 പേരും പോയി പഠിച്ചു, ഇപ്പോൾ പലരും പല ഫീൽഡിൽ സെറ്റിൽഡായി. ഇത് വെറുത്താണോ പിള്ളേർ പോകുന്നത്?
എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ വർത്താണ്. ഇപ്പോൾ ഞാൻ ഒരുപാട് മിക്സഡ് ഒപ്പീനിയൻസ് കേൾക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ ഒരുപാട് സ്റ്റുഡൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതിന് അത്യാവശ്യം സോഷ്യലൈസ് ചെയ്യുന്ന ഒരാളുമാണ്. അപ്പോൾ പല മിക്സഡ് ഒപ്പീനിയൻ ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. പക്ഷെ എന്നെ സംബന്ധിച്ച് വർത്താണ്. ഞാൻ കരിയർ ഫോക്കസ്ഡ് ആയിട്ടാണ് ആക്ച്വലി വന്നത്. ഈവൻ ട്രാവലിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മാസ്റ്റേഴ്സ് എടുക്കണം എന്നുള്ളത് ഞാൻ കറക്റ്റ് ഫോക്കസ് ആയിരുന്നു. ആൻഡ് അവിടെ ചെന്നിട്ട് അത് എങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത് ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടായിരുന്നു. അതിന്റെ പാർട്ടായിട്ടാണ് അനന്തുവിനെ എനിക്ക് കിട്ടിയത്. യാദർശികമായിട്ടാണ് അനന്തുവിനെ കിട്ടിയത്. അനന്തു എനിക്ക് ഒരുപടി മുന്നേ പോയത് കൊണ്ട് എൻ്റെ പ്രൊഫസേഴ്സിനും പുറമെ ഹി വാസ് എ മെന്റർ ടു. എൻ്റെ തീസീസ് വരെ എന്നെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അനന്തു ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ നമ്മൾ ഫോക്കസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബാച്ചിൽ പഠിച്ചിറങ്ങിയ ഓൾമോസ്റ്റ് എല്ലാവരും കോഴ്സ് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഡിഗ്രി സർട്ടിഫിക്കറ്റും വാങ്ങി പലയിടത്ത് പ്ലേസ്ഡ് ആയവരാണ്. ഇപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ 3-4 രാജ്യത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറന്റ് ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് സ്വീഡനിലാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പുറത്താണ്. എനിക്ക് അവിടെ അനന്തു കുറച്ചും കൂടെ സ്റ്റുഡൻസ് ആയിട്ട് ഇപ്പോഴത്തെ കുട്ടികളുമായിട്ട് കൂടുതൽ കോണ്ടാക്റ്റിലുള്ളതാണ്. എന്താണ് അന്നത്തെ ഇന്നത്തെ സ്റ്റുഡൻസുമായിട്ടുള്ള ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ? 2019 ഞാൻ ചെന്നപ്പോൾ ആക്ച്വലി റിഗേറ്റ് സിറ്റി തന്നെ വളരെ കുറച്ച് മലയാളീസേ ഉള്ളൂ. സോ കുറച്ചും കൂടെ ഈസി ആയിരുന്നു. വളരെ ഒരു ഫോറിൻ കൺട്രി പോലെ തന്നെ എക്സാം ഒക്കെ ഫീൽ ചെയ്യായിരുന്നു. ഇപ്പൊ 2025 ഇഷ്ടംപോലെ മലയാളീസ് നമുക്ക് എവിടെ ചെന്നാലും മലയാളീസിനെ തന്നെ കാണാൻ പറ്റും. ചായക്കട കൂടുതൽ അല്ല, ഒരു കണക്കിന് ഇത് നല്ലതാണ്. കാരണം നമ്മളുള്ള സമയത്ത് ഞാൻ നെഗറ്റീവും പോസിറ്റീവും പറയാം. നമ്മൾ അധികം ആളുകൾ ഇല്ലാത്ത സമയത്ത് പാർട്ട് ടൈമിന് അത്ര ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നില്ല, കോമ്പറ്റീഷൻ അത്ര കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അവരും കുറച്ചുകൂടെ വെൽക്കമിങ് ആയിരുന്നു ലാറ്റ്വിയൻസ് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത്. പക്ഷെ ഇപ്പം ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഒരുപാട് കൂടി. നമ്മുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി വൈസ് നമുക്ക് സ്ട്രെങ്ത് കൂടുതലാണ്. എന്തെങ്കിലും സപ്പോർട്ടോ കാര്യങ്ങൾ വേണമെങ്കിൽ അതൊക്കെ ഉണ്ട്. യൂണിറ്റി ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ പാർട്ട് ടൈമിന്റെ കാര്യം വന്ന ഡിഫിക്കൽറ്റീസ് ഉണ്ട്. അവിടെ പ്രോബ്ലംസും അതുപോലെ നമ്മളുണ്ടാകും. കാരണം പല മൈൻഡ് സെറ്റിലും പല മെച്യൂരിറ്റിയിലുള്ള ആൾക്കാരാണ് അവിടെ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിന് അനുസരിച്ച് അവിടെ പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങൾ പഠിക്കാൻ ടൈമിൽ പഠിക്കാനായിരുന്നു വന്നിരുന്നു തോന്നുന്നു. പക്ഷെ ഇപ്പൊ വരുന്നവര് കുറച്ച് നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അതായത് പഠിക്കേണ്ട സമയത്ത് പഠിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മൾ പുറത്താവും. പിന്നെ നമുക്ക് അങ്ങനെ ലൂപ്പ് ഹോൾസ് കാര്യങ്ങളും അറിയില്ല. പറഞ്ഞ റിയാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പഠിച്ചു കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻസ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഇപ്പോ അവർക്ക് വേറെ കോളേജ് മാറാം, ക്രെഡിറ്റുകൾ മാറ്റാം. നമ്മുടെ സമയത്ത് അതില്ല. ഇനി നമുക്ക് തന്നെ അറിയില്ല. ഞാൻ ആലോചിച്ച സമയത്ത് ഇതൊന്നും ഇങ്ങനെ പറഞ്ഞു തരാൻ പോലും ആൾക്കാരില്ല. ഇങ്ങനെയൊന്നും ആളുകൾ ചെയ്തിട്ടില്ല. കുറച്ച് ആളുകളേ ഉള്ളൂ, കുറച്ച് ഇന്ത്യൻസേ ഉള്ളൂ. സോ ഐഡിയോ അങ്ങനത്തെ ഐഡിയാസ് ഒന്നും ആർക്കും ഇല്ല. സ്ട്രൈറ്റ് ഫോർവേഡ് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ നെക്സ്റ്റും പഠിക്കുക തന്നെയാണ് ആയിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഗ്യാപ്പ് എടുക്കേണ്ട സിറ്റുവേഷനേ ഇല്ല. അപ്പൊ ഞാൻ അവിടെ തന്നെ എന്തായാലും എന്റെ ഗ്രോത്ത് എനിക്കുണ്ടായ എല്ലാ ഗ്രോത്തും ലാറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് അക്കാഡമിക്കില് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായോ? ഇപ്പൊ നാട്ടിലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം 12th വരെ അല്ലെങ്കിൽ കോളേജ്, ഡിഗ്രി, എഞ്ചിനീയറിംഗ്, ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ല അവിടെ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടായിരുന്നു അത്. ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം ഇവിടെ കൂടുതലും സ്പൂൺ ഫീഡിംഗ് ആണ്, അല്ലെങ്കിൽ നമ്മൾ കാണാതെ പഠിച്ച് അത് സ്പിറ്റ് ഔട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അവിടെ നിന്ന് തന്നെ കുറച്ചുകൂടെ പ്രാക്ടിക്കലി ഓറിയന്റഡ് ആണ്. ഇവിടെ നമ്മൾ 3 മണിക്കൂറിന്റെ 90 മാർക്കിന്റെ എക്സാംസ് ആണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അത്ര ഹെക്ടിക് ഷെഡ്യൂൾസിലാണ്. അവിടെ ആഴ്ചയിൽ 2-3 ദിവസമായിരിക്കും ക്ലാസ് ഉള്ളത്. അത് പ്രൊഫസേഴ്സിന്റെ സൗകര്യം അനുസരിച്ചായിരിക്കും ഷെഡ്യൂൾ ചെയ്യുന്നത്. പക്ഷെ അവിടെ പ്രസന്റേഷൻസോ അല്ലെങ്കിൽ കുറച്ച് ബ്രീഫ്സ് ആയിരിക്കും നമുക്ക് തരുന്നത്. ബാക്കി നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കണം. ആൻഡ് എക്സാംസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വലിയ എക്സാംസ് ഒന്നുമില്ല. ചിലപ്പോൾ പ്രസന്റേഷൻ ആയിരിക്കും, ചിലപ്പോൾ MCQs ആയിരിക്കും, സിംപ്ലിഫൈഡ് വേർഷനാണ്. പക്ഷെ അത് പാസ്സാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡെപ്ത് പഠിക്കണം. അവിടെ അനാവശ്യമായിട്ടുള്ള പഠിപ്പില്ല, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിലേക്ക് തരുള്ളൂ. ചിലപ്പോൾ ഒരു സബ്ജക്ട് തീരാൻ ഇവിടെ 3 മാസം 4 മാസം എടുക്കുമായിരിക്കും. ഒരു സബ്ജക്റ്റിന്റെ ഇത് ചിലപ്പോൾ എൻറ്റയർ ഡ്യൂറേഷൻ ഓഫ് കോഴ്സിൽ ആ സബ്ജക്റ്റ് വേണം. അവിടെ ഒരു സബ്ജക്ട് ചിലപ്പം 8 വീക്സ് അല്ലെങ്കിൽ ഒരു 12 വീക്സ് 10 ക്ലാസ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ. 8 വീക്സ് അല്ല, 8 ക്ലാസ്സിൽ 12 ക്ലാസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതിൽ ആ സബ്ജക്ട് വൈൻഡപ്പായി. നല്ലതാണ് അവിടുത്തെ എഡ്യൂക്കേഷൻ എന്നാണ് എൻ്റെ അഭിപ്രായം. ആവശ്യമുള്ളത് പഠിക്കും, അനാവശ്യമായിട്ടുള്ളതൊന്നും ഒത്തിരി നമ്മളെ ഇൻജെക്ട് ചെയ്ത് കൺഫ്യൂഷൻ ആക്കില്ല. പിന്നെ പാടാണ്. അതായത് ഇപ്പം മിക്സഡ് കൾച്ചറാണ്, നമ്മളിവിടെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സംഭവമാണ് അവിടെ ചെയ്യുന്നത്. ഒത്തിരി കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർ നമ്മളോട് പഠിക്കാനുണ്ടാവും. അപ്പം നമുക്ക് ഡൗട്ടുകൾ ചോദിക്കാൻ മടിയുണ്ട്. നമ്മൾ കുറച്ച് ഇൻട്രോവേർട്ട് മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിച്ച് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇവിടെ ടീച്ചേഴ്സിനോടൊക്കെ നമ്മൾ പോയി ചോദിക്കുക, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ട്യൂഷന് പോകും, അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. അവിടെ ആ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ കുറച്ച് ഇൻട്രോവേർട്ട്. അപ്പൊ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പറയും. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ChatGPT കാര്യങ്ങൾ, സെർച്ച് എഞ്ചിൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ തുടങ്ങുന്ന സമയത്ത് അങ്ങനെ ഗൈഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല. ഇപ്പം ഒരു പ്രാക്ടിക്കൽ പഠിപ്പിച്ചു, ആ പ്രാക്ടിക്കൽ എങ്ങനെയാ ലാബ് ചെയ്യേണ്ടതെന്ന് പോലും നമുക്ക് ഐഡിയ ഉണ്ടാവത്തില്ല. സോ നമുക്ക് സീനിയേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ പെട്ടു. എന്റെ കേസിൽ ഇവൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇവൻ തന്നെ എക്സ്പ്ലോർ ചെയ്താ പഠിച്ചത്. അപ്പൊ എനിക്കൊരു ഗൈഡൻസ് ഇവനുണ്ട്. എനിക്ക് ഇവൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പഠിക്കുക തന്നെ നിർവാഹമുള്ളൂ. എൻ്റെ ഒരു കേസിൽ പറയുകയാണെങ്കിൽ എനിക്കൊരു മിക്സഡ് ഒപ്പീനിയൻ ആണുള്ളത്. എന്നെ സംബന്ധിച്ച് ശരിക്കും നോക്കുകയാണെങ്കിൽ
നമ്മൾ നാട്ടിൽ നിന്ന് പക്കയായിട്ട് ഈ പറഞ്ഞ പോലെ സിലബസ് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നാട്ടിലെ പകുതി മാത്രമേ അവിടെ പഠിക്കാനുള്ളൂ ആക്ച്വലി. അത് റിയാലിറ്റി തന്നെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ സിലബസും ഇതും തമ്മിലൊരു ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് അവിടെ ടഫായിട്ട് തോന്നുന്നത്. പിന്നെ നമുക്ക് റെഫറൻസ് ഇല്ല എന്നുള്ള ഒരു രണ്ടാമത്തെ കാര്യം കൂടി. എൻ്റെ ഡിപ്പാർട്ട്മെന്റിലായാലും, എൻ്റെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പാസ്സാക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അവരങ്ങനത്തെ ഇന്ത്യക്കാരെ അവർ പരിചയപ്പെട്ടിട്ടില്ല. സോ അവർ കുറച്ചും കൂടിയും നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മുടെ പ്രൊജക്ടിനെ സപ്പോർട്ട് ചെയ്ത്. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ കോമ്പറ്റ് ചെയ്യുന്ന അടുത്ത ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എടുത്ത ഒരു പ്രോബ്ലം വിട്ടു കൊടുക്കുമ്പോൾ അവരിന് 5 സെക്കൻഡിനുള്ളിൽ ഒരു ആൻസർ ഉണ്ട്. നമ്മളിതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞു വരുമ്പോഴേക്കും ഇവരടുത്ത ക്വസ്റ്റ്യൻ ടീച്ചർ ഇടും. അപ്പൊ നമ്മുടെ ബേസിക് കിട്ടാത്തതിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ആക്ച്വലി. പക്ഷേ ഇനീഷ്യൽ ഫേസിലുള്ളൂ കേട്ടോ. ഒരു കുറച്ച് മന്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിൽ ഇന്റഗ്രേറ്റ് ആവും. ഇന്ത്യക്കാര് എവിടെ ചെന്നാലും 4 കാലം നിൽക്കും. പൂച്ച ഇടുന്നല്ല നമ്മള് സ്കൂൾ എഡ്യൂക്കേഷൻ തല്ലി പഠിപ്പിച്ചിട്ടുള്ള ഒരു ഇതുള്ളത് കൊണ്ടായിരിക്കും. അവിടുത്തെ സ്റ്റുഡൻസ് നമ്മോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ക്ലാസ്സിൽ വരുന്നത് കാണുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ പെർഫോം ചെയ്യുന്നത് കാണുന്നില്ല, പക്ഷെ പരീക്ഷ ആകുമ്പോൾ നിങ്ങൾക്ക് മാർഗം എവിടുന്ന് വരുന്നു. അല്ലെ ഇപ്പൊ അത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഇതാണ്. നമ്മൾ ബ്രെയിൻ കാപ്പബിലിറ്റി കൂടുന്നുണ്ട് നമ്മളെ. അശ്വിൻ പറഞ്ഞ സെയിം കാര്യത്തിൽ ആക്ച്വലി എനിക്ക് അശ്വിൻ ഒരു ബാച്ചിലേഴ്സ് മാത്രം എടുത്തോണ്ടാണ് അങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തത്, ഇങ്ങനെ ഒരു പുതിയ എഡ്യൂക്കേഷൻ പോലെ തോന്നിയത്. പക്ഷെ എനിക്ക് അങ്ങനെയല്ലായിരുന്നു. ഞാനിവിടെ എംടെക് ക്ലിയർ ചെയ്തപ്പോൾ ഞാൻ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് ഞാൻ പഠിച്ച കോളേജിൽ. ഏത് യൂണിവേഴ്സിറ്റി ആയിരുന്നു? APJ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. സോ ഞാൻ പഠിച്ച കോളേജിൽ എല്ലാ സാർമാരും PhD യും എല്ലാം നല്ല നല്ല IIT NIT തന്നെ എടുത്തേക്കുന്നുണ്ട്. അവർ ഞങ്ങളെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് പഠിപ്പിച്ചത്. അപ്പൊ എനിക്ക് ഈ ഒരു എഡ്യൂക്കേഷനിലേക്ക് വന്നപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം ഞാൻ അവിടെ എന്ത് ചെയ്തു അത് തന്നെയാണ്. എന്നെ അവിടെ ഇവിടെയും ആരും സ്പൂൺ ഫീഡ് ചെയ്യുന്നില്ല. യൂറോപ്പിൽ ചെന്നപ്പോഴും അവിടെ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു ഫീൽ ചെയ്താണ്. ചിലർക്ക് ചില ഡിഫറൻസ് ആയിരിക്കും. ചില ഞാനത് പറഞ്ഞു എന്നുള്ളൂ. എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ കൺസൾട്ടൻസി നടത്താണ്. അപ്പൊ കുറെ സ്റ്റുഡൻസ് പറഞ്ഞ ഒരു എക്സ്ക്യൂസ് ആവണം, ചേട്ടാ RTU ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച പാസ് ആവുന്നില്ല എന്നുള്ളത്. അത് സത്യം പറഞ്ഞാൽ അവരുടെ ഒരു പ്രശ്നം തന്നെ എനിക്ക് പറയാൻ പറ്റില്ല, ടു ബി ഫ്രാങ്ക്. അതായത് നമ്മൾ ഒരു മൈൻഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാസ്സാകാൻ പറ്റും. നമുക്ക് 40 മണിക്കൂറായിരുന്നു ജോലി സമയം. ക്ലാസ്സും മാസ്റ്റേഴ്സിന് 4 ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. നമുക്ക് 43 മണിക്കൂർ വർക്ക് ചെയ്തിട്ടും 2 കൊല്ലത്തിനുള്ളിൽ നമുക്ക് പാസ്സാകാൻ പറ്റുകയാണെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. നമ്മളൊരു മിനിമം ഒരു IQ ലെവലുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് ഞാൻ. ഫോർ എക്സാമ്പിൾ ഞാൻ വലിയ IQ അല്ല, എനിക്ക് ബിടെക്കിന് ചിലപ്പോൾ 60%, 62% മാർക്കേ ഉള്ളൂ. പക്ഷെ നമുക്കൊരു പൊസിഷൻസും അതുപോലെ തന്നെ ഒരു പഠിക്കണം, പാസ്സാവണം, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നോക്കണം. ഞാനൊരു ബിലോ ആവറേജ് ഫാമിലിയിൽ നിന്ന് വരണം. അപ്പം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റൊക്കെ വെച്ച് നോക്കി കുറച്ചുകൂടി ഇത് നോക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തേക്കണത് നമുക്ക് പാസ്സാവാം. എന്നെ സംബന്ധിച്ച് പാസ്സാവാം. ഈ യൂണിവേഴ്സിറ്റി എല്ലാവരും പറയുന്ന ഒരു എക്സ്ക്യൂസ് അല്ല ആക്ച്വലി. നമുക്കാണെങ്കിലും ആളുകൾ ചോദിക്കുന്നത് പാർട്ട് ടൈം എത്ര ഉണ്ട്, എത്ര അവേഴ്സ് പഠിക്കാനുണ്ടെന്ന്, എത്ര ക്രെഡിറ്റ് പോയിന്റ് ഉണ്ടെന്നോ അങ്ങനെ ഒന്നും ചോദിക്കാറില്ല. പാർട്ട് ടൈം എങ്ങനെയുണ്ട്? അപ്പോൾ ഈ കൺട്രി ഇപ്പോൾ ലാറ്റ്വിയ പോലെ തന്നെ ഒരുപാട് യൂറോപ്യൻ കൺട്രീസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ മലയാളി കുട്ടികൾ ഇല്ല. നമ്മൾ മലയാളീസ് പൊതുവേ നോക്കുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ എന്ത് ലൂപ്പ് ഹോൾസ് ഉണ്ട് എന്നുള്ളതാണ്. ലീഗലി പ്രശ്നമുണ്ടോ ബ്രോ എന്നാണ് ചോദിക്കുന്നത്. 20 hours ആണ് പല കൺട്രീസിലും വീക്കിലി വർക്ക് ചെയ്യാൻ പറ്റൂ. പക്ഷേ 40 hours വർക്ക് ചെയ്താൽ ലീഗലി ഇഷ്യൂസ് ഉണ്ടോ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. കാരണം ഒരുപാട് സ്റ്റുഡൻസിനും പ്രയോറിറ്റി പാർട്ട് ടൈം തന്നെയാണ്. ഇപ്പൊ ഈ പറഞ്ഞ RTUലൊക്കെ പഠിച്ച് പാസ്സാവില്ലെന്ന് പറയാനുണ്ട് ഒരു ഫാക്ടർ ഇതാണ്. കാരണം അവർ കൂടുതൽ പ്രയോറിറ്റി പാർട്ട് ടൈമിന് കൊടുക്കും. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് പാർട്ട് ടൈം അന്ന് പെർ അവർ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 1.9 euro ആണ് ഇനിഷ്യലി കിട്ടിക്കൊണ്ടിരുന്നത്. 1.9 euro എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ലാറ്റ്വിയനെ വെച്ച് നോക്കുക, അല്ലെങ്കിൽ യൂറോപ്പിനെ വെച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷെ ഞാൻ ബാക്ക് ആണ്. പക്ഷെ ഇപ്പൊ ഒരു ആവറേജ് 5 to 6 euro വരെ വന്നിട്ടുണ്ട്. അതിന് ഞാൻ അവിടെ ഈ 2 euro തൊട്ട് 15 euro പെർ അവർ വരെ ഉണ്ടാക്കിയ ജോബുകൾ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ആ ഒരു ടൈം ഫ്രെയിമിൽ ഒത്തിരി ജോബുകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ അത് ഫൈൻഡ് ചെയ്യാനാണ് സ്റ്റുഡൻസ് പ്രോപ്പറായിട്ട് ശ്രമിക്കില്ല. ലൂപ്പ് ഹോൾസ് നോക്കും. അതാണ്. പിന്നെ എങ്ങനെ അഭിപ്രായത്തില് ഈ ലാറ്റ്വിയയിലേക്ക് വരാൻ പോകുന്ന സ്റ്റുഡൻസ് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, വർക്കിലൊക്കെ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ് ജോബ് കിട്ടാൻ. അത് ഒരു ഇവൻ ലാറ്റ്വിയ എന്നല്ല, ഏത് കൺട്രിയിലോട്ടും അവർ അബ്രോഡ് എഡ്യൂക്കേഷൻ കൺട്രി മാറി ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ആരും കാണാതെ വർക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം 2 വർഷമെങ്കിലും വീട് വിട്ട് പഠിക്കണം. വീട് വിട്ട് നിന്ന് അവർ ഇൻഡിപെൻഡൻ്റ് ആയി ജോലി എടുത്ത്. കാരണം ഇപ്പോൾ ഒരു ഫ്രഷ് ഗ്രാജുവേറ്റിന് ഒരിക്കലും ഒരു വർക്ക് എക്സ്പീരിയൻസ് കിട്ടില്ല. ഒരാൾ അണ്ടറിൽ വർക്ക് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാതെ അവരവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒബ്വിയസ്ലി അവർ
സ്ട്രഗിൾ ചെയ്യുള്ളൂ. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, എല്ലാവരും പോകുന്ന പാത്തിലാണ് വന്നിറങ്ങുന്ന സ്റ്റുഡൻസ് പാർട്ട് ടൈമിന് പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഒന്നെങ്കിൽ റെസ്റ്റോറൻറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും വെയർ ഹൗസ് ജോബ്, അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി. ഈ ഓപ്ഷൻസേ ഉള്ളൂ എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഫ്രീലാൻസ് ചെയ്യാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഇന്റേൺഷിപ്സ് ഓപ്ഷൻസ് നോക്കുകയാണ്, അല്ലെങ്കിൽ കമ്പനീസിൽ തന്നെ എന്തെങ്കിലും നമുക്ക് മാസ്റ്റർ സ്റ്റുഡൻസിന് ആക്ച്വലി ഫുൾ ടൈം ജോബ് ചെയ്യാം അവിടെ. അതിന് വേറെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല, ഫുൾ ടൈം ആയിട്ടും ജോബ്. പക്ഷെ നമ്മൾ അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഒരിത്. ചിലർ പറയും ഞങ്ങൾ എത്ര അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. പക്ഷെ എത്ര അന്വേഷിക്കുന്നത് കിട്ടിയില്ല എന്നതിന്റെ അർത്ഥം നിങ്ങൾ അന്വേഷിക്കുന്നത് പോരാ എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ഞങ്ങൾ പോയ സമയത്ത് അവർക്ക് പരിചയമില്ല ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ഇതിലേക്ക് ചെയ്തിട്ട്. സത്യം പറഞ്ഞാൽ ഞാനാണ് ഈ പറഞ്ഞ പോലെ മെക്ഡൊണാൾഡ്സ്, അതും 1 മണിക്കൂർ മാറിയിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്തിട്ട് ആദ്യത്തെ മെക്ഡൊണാൾഡ്സിൽ വർക്ക് ചെയ്യുന്നത്. എയർപോർട്ടിന്റെ അടുത്ത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ്. പിന്നെ അതിനുശേഷം ഞാൻ പാസ്സാകുമ്പോൾ ഏകദേശം 14 പേരെങ്കിലും ഇന്ത്യൻസ് വന്നു. അപ്പോൾ അവർക്ക് ആ സമയത്ത് റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം അതൊരു എക്സ്ക്യൂസ് അല്ല. കാരണം നമ്മൾ വിട്ട സ്റ്റുഡൻസ് ആയാലും സിവിൽ എഞ്ചിനീയർ ആയിട്ട് 2-3 പേര് ഇപ്പോൾ പ്ലേസ്ഡ്, കുറേ പേര്, ഞാനിപ്പോൾ പറയുന്നതല്ല, നമ്മുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവിടെ പ്ലേസ് ആവുന്നുണ്ട്. ഞാൻ കേൾക്കുമ്പോൾ അത്ഭുതമാണ്, നമ്മുടെ സമയത്ത് ഇതൊന്നും ഇല്ല. എനിക്ക് ഒത്തിരി സ്റ്റുഡൻസായിട്ട് കോൺടാക്ട്സ് ഉണ്ട്. ആക്ച്വലി ഇത് വലിയൊരു അച്ചീവ്മെന്റാ. കാരണം പഠിക്കുന്ന സ്ഥലത്ത് തന്നെ പഠിപ്പിക്കാനായിട്ട് കയറുക, അതും അവിടെ എന്ന് പറഞ്ഞാൽ നേരത്തെ ലാറ്റ്വിയൻ അല്ലെങ്കിൽ റഷ്യൻ ഇതുണ്ടെങ്കിലേ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. ബട്ട് ഇപ്പൊ കമ്പനീസ് ആർ ചേഞ്ചിങ്, ലൈക്ക് ഇംഗ്ലീഷ് അവരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻസിനെ കൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. സോ എക്കണോമിക് ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കമ്പനീസ് ഒക്കെ ഇന്ത്യൻസിനെ എടുക്കുന്നുണ്ട്. നമ്മള് ഒത്തിരി കമ്പനീസ് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്റ്റുഡൻസ് എപ്പോഴും സിമ്പിൾ പാർട്ട് ടൈം ജോബ്സ്, വലിയ ആക്ച്വലി ഒരു സ്കില്ലായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പോയി രക്ഷപ്പെടാം. പിന്നെ ഞാൻ നമ്മളിപ്പോ ലാറ്റ്വിയയുടെ കാര്യം ഡിസ്കസ് ചെയ്ത് വന്നേ ഉള്ളൂ. പക്ഷെ ലാറ്റ്വിയയിൽ എവിടെ, ഷെങ്കനിൽ എവിടെ ചെന്നാലും ജോബ് നോക്കേണ്ടത് ആ ഒരു പർട്ടിക്കുലർ കൺട്രിയിലല്ല. നിങ്ങൾ ഓൾറെഡി ഒരു 2 ഇയർ ടൈം ഫ്രെയിം പഠിക്കാനായിട്ട് അവിടെ ഉണ്ട്. ആ ടൈമിൽ എവിടെയൊക്കെ നിങ്ങൾക്ക് സ്കോപ്പ് ഉണ്ടെന്നാണ് ഐഡന്റിഫൈ. നിങ്ങൾ ഏത് കോഴ്സാണ് ചെയ്യുന്നത്, അതിന്റെ സ്കോപ്പ് ഏതൊക്കെ കൺട്രീസിലാണ് ഉള്ളത്. 27-28 കൺട്രിയിലേക്ക് നമുക്ക് വൈഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എല്ലാവരും പറയും ലാംഗ്വേജ് ബാരിയർ കാര്യങ്ങൾ. പക്ഷെ എല്ലാ കൺട്രിയിലും ഈ ലാംഗ്വേജ് ബാരിയർ മാത്രമല്ല ഉള്ളത്. ലാംഗ്വേജ് പഠിക്കുന്നതാണ് ഏറ്റവും നല്ല സ്കില്ല്. നമ്മൾ എഡ്യൂക്കേഷന്റെ കൂടെ നമ്മൾ ആദ്യം ചെല്ലുന്ന സമയത്ത് തന്നെ എന്റെ ഫീൽഡിൽ എവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ എഡ്യൂക്കേഷൻ ലാംഗ്വേജ് പഠിക്കാന്നുണ്ടെങ്കിൽ ഭയങ്കര ബൂസ്റ്റാണ്. ഈ പറഞ്ഞ എക്സ്പീരിയൻസിന്റെ ഡിഫിക്കൽറ്റി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഫ്രഷേഴ്സിനെ വരെ അവർ എടുത്ത് സ്കില്ല് തരാൻ റെഡി ആയിട്ടുള്ള ഒരുപാട് കമ്പനീസ് ഉണ്ട്. ലാംഗ്വേജ് ആണ് ബാരിയർ. പക്ഷേ പോട്ടെ, നിങ്ങൾക്ക് സ്കില്ല് കൂടുതലാണ്. ഈ പറഞ്ഞ ലാംഗ്വേജ് ഇല്ലെങ്കിൽ പോലും മൾട്ടി കൾച്ചറൽ ആയിട്ട് ഒരുപാട് കമ്പനിയാണ്. ഞാൻ സ്വീഡനിലാണ് വർക്ക് ചെയ്യണേ. അത് കംപ്ലീറ്റ്ലി ഓപ്പറേറ്റഡ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. അവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഒഫീഷ്യൽ ലാംഗ്വേജ്. ആൻഡ് അവിടെ സ്വീഡിഷ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ സ്വീഡനിൽ ജോബ് കിട്ടാനായിട്ട് പോസിബിലിറ്റീസ് ഉള്ളൂ. പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്നത് സ്വീഡിഷ് ലാംഗ്വേജ് പഠിക്കാതാണ്. പോസിബിലിറ്റി ഉണ്ട്. ജർമ്മനി പോയാൽ ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ ജോലി കിട്ടില്ല എന്നൊരു ഇതുണ്ട്. പക്ഷെ ഞാൻ അവിടെ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് പക്ഷെ 10-200 ആപ്ലിക്കേഷൻസ് ഇട്ടിട്ടാണ് കിട്ടിയിട്ടുള്ളത്. സോ ആ വേ എങ്ങനെയാണ് ഈ 200 ആപ്ലിക്കേഷൻ ചെയ്യുക, ആ ഒരു വേ എങ്ങനെയാന്നുള്ള ഐഡിയ സ്റ്റുഡൻസിന് ഇല്ല. അതൊക്കെ ക്രിയേറ്റ് ചെയ്യുക, അതെല്ലാം അവർ സ്വന്തമായി കണ്ടുപിടിക്കേണ്ട ഐറ്റംസ് ആണ്. അത് ആരും ചെന്ന് സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കും. പക്ഷെ അത് ഇവിടുന്ന് അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ട്രെയിനിങ് എടുക്കണ്ടേ? അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ചെയ്യണം. ഞാനിപ്പോ പറഞ്ഞ പോലെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അന്ന് റെസ്റ്റോറൻറ്റ്സ് മാത്രമേ ഓപ്പൺ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ബാങ്ക്, എയർപോർട്ട്, അതുപോലെ തന്നെ നല്ല നല്ല കമ്പനിയിലെ അക്കൗണ്ടൻസ് ആയിട്ട് ലാറ്റ്വിയ എന്ന് പറഞ്ഞൊരു കൺട്രിയിൽ മാത്രം അവർ ജോലി ചെയ്ത് എനിക്ക് തോന്നുന്നു നല്ല സാലറി. അതെ, ലാറ്റ്വിയയിലെ മിക്ക ബാങ്കുകളിലും എനിക്കറിയാവുന്ന ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. ബിസിനസ് ഫിനാൻസ് എന്നുള്ള ഒരു കോഴ്സ് ഉണ്ട് RTUയിൽ. അത് ക്ലിയർ ചെയ്യുന്ന മിക്ക സ്റ്റുഡൻസും അവിടുത്തെ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ സെയിൽസ്, നല്ല സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെ എനിക്കറിയാം. എഞ്ചിനീയേഴ്സ്, എയറോനോട്ടിക്കൽ, സിവിൽ നന്നായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ലാറ്റ്വിയയിൽ ഒരു ആവറേജ് സാലറി സ്റ്റാർട്ടിങ് കിട്ടുന്ന അറൌണ്ട് ഒരു 1,200 to 2,000 euro. ഇതൊരു ഡീസെന്റ് സാലറി ആണ് ലാറ്റ്വിയയിൽ ജീവിച്ചു പോകാനായിട്ട്. ബാക്കിയുള്ള കൺട്രി വെച്ചിട്ടല്ല പറയുന്നത്, ലാറ്റ്വിയയിലൊക്കെ അറിയാം. പക്ഷേ ഇവിടെ 5,000-6,000 euro സാലറി വാങ്ങുന്നവരെ എനിക്കറിയാം. ഞങ്ങളുടെ ബാച്ചിൽ പഠിച്ചിട്ടുണ്ട്. 2 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. കഴിഞ്ഞ ഇയറിലാണ് തേജസ് തന്നെയാണ് ആളൊക്കെ ലാറ്റ്വിയയിൽ എത്തിച്ചത്. ശ്രീജിത്ത് നായയുടെ പേര്. വന്നു ഒരു 3 month കൊണ്ട് 2,200 euro സാലറിയിൽ ക്രാക്ക് ചെയ്തു. സോ പറ്റുന്ന ആക്ച്വലി അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് ഇല്ല, അതിന്റെ ഒരു അങ്ങനെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ മെത്തഡോളജി കറക്റ്റ് അറിയില്ല. അപ്പൊ ഈ ഇപ്പൊ മെയിൻ ആയിട്ട് ഈ റിവേഴ്സ് മൈഗ്രേഷൻ, ഇപ്പൊ നമ്മളിപ്പോ ഇതിനോട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ റിവേഴ്സ് മൈഗ്രേഷൻ ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. പഠിക്കാൻ പോയ മെജോറിറ്റി ആളുകൾ തിരിച്ചു വരുന്നത് അല്ലെങ്കിൽ മറ്റു കൺട്രിയിലോട്ട് പോകുന്നത്. ഈ ഒരു പ്രശ്നം സോൾവ് ആവാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഹെൽപ്ഫുൾ ആവും. നമ്മുടെ സ്കില്ല് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നമ്മൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ജോബുകൾ, നമുക്ക് നമ്മുടെ ഫീൽഡിലുള്ള ജോബുകൾ ചെക്ക് ചെയ്യാം. അതിന് ഒത്തിരി സൈറ്റുകളൊക്കെ ഉണ്ട് അവിടെ ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങളെല്ലാം. അതെല്ലാം മറ്റുള്ളവർ ചോദിക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലുകളിൽ റീച്ച്. പക്ഷെ എങ്ങനെയെങ്കിലും ഈ അബ്രോഡ് എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പോകുന്നവർ എന്തായാലും തിരിച്ചു വരില്ലേ? 2 രീതിയിലുള്ള ആൾക്കാരാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന്
എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് പോകുന്നത്, ഒന്ന് എനിക്ക് എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ള ആൾക്കാരും, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരിക്കും ഫോർ ഷുവറാണ്. കാരണം അവർ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും. എനിക്കറിയാം പല മൈൻഡ് സെറ്റ് ഉള്ള സ്റ്റുഡൻസ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവരെ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവർ 2 കൊല്ലത്തിൽ അവൻ ക്രാക്ക് ചെയ്യും. അത് അവരുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും കാര്യങ്ങളാണ്. ചിലരുന്ന് ചേട്ടാ ആദ്യം ചോദിക്കുന്നത് ജോലി കിട്ടുമോ എന്നുള്ളതാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നതോ കാര്യങ്ങളോ ഒന്നല്ല അവർ സംസാരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇച്ചിരി പാടാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് എക്സ്ട്രാ എഫേർട്ട് ഇടാതെ സർവൈവ് ചെയ്യാൻ ഒരു സ്ഥലത്തും പറ്റത്തില്ല. നമ്മുടെ നാട്ടിൽ തന്നെ എൻ്റെ ഒരു മെന്റർ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ നാട്ടിലും കോമ്പറ്റീഷൻ ഉണ്ട്. ഓക്കെ, ഒരു നല്ല ബാങ്കിന്റെ മാനേജർ ആവണമെങ്കിൽ എത്ര പേരെ കോമ്പറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ടീച്ചർ ആവണമെങ്കിൽ, ഒരു പ്രൊഫസർ ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു BDM ആവണമെങ്കിൽ എത്രയോ ആൾക്കാർ ഇവിടെ ജോലി ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട് നോട്ടീസ് ചെയ്യുന്നില്ല എന്ന് വെച്ചത് നമ്മൾ നമ്മുടെ രാജ്യത്തിന് അങ്ങനെ ഫോക്കസിലേക്ക് വരുന്നില്ല. ബാക്കിയുള്ള രാജ്യത്ത് വരുമ്പോൾ നെഗറ്റീവ്സ് മാത്രമേ കേൾക്കുന്നുള്ളൂ, പോസിറ്റീവ്സ് ചെയ്യുന്ന ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരത് പറഞ്ഞു നടക്കുന്നില്ല. ലൈക് സക്സസ് സ്റ്റോറീസ് കുറച്ചേ വെളിയിലേക്ക് വരുള്ളൂ, നെഗറ്റീവ് സ്റ്റോറീസ് ആണ് കൂടുതൽ എപ്പോഴും ആംപ്ലിഫൈ ചെയ്യപ്പെടുന്നത്. വേറെ ഒരു സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും അതാണ് താല്പര്യം, എല്ലാവർക്കും അത് തന്നെ. പിന്നെ പക്ഷേ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ തന്നെ റിവേഴ്സ് മൈഗ്രേഷന്റെ കേസ് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, ജർമ്മനിയിൽ ഇത്ര ഓപ്പണിങ്സ് ഉണ്ട്, ഫിൻലൻഡിൽ ഓപ്പണിങ്സ് ഉണ്ട്, ഡെൻമാർക്ക് ഓപ്പണിങ്സ് ഉണ്ട്. ഇവിടെ എല്ലായിടത്തും സ്റ്റുഡൻസ് പഠിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ തേർഡ് കൺട്രി നാഷണൽ ആണ് നമ്മൾ എന്നുള്ളതല്ല പ്രശ്നം, നമുക്ക് അതിന് ആപ്റ്റ് ആയിട്ടുള്ള സ്കില്ലില്ല എന്നുള്ളതാണ്. നമുക്ക് കറക്റ്റ് സ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ പ്ലേസ്ഡ് ആവും. അങ്ങനെ എല്ലാവരും പ്ലേസ്ഡ് ആയാൽ ഈ വേക്കൻസീസ് ഫില്ലാവും, പിന്നെ മൈഗ്രേഷൻ തന്നെ നടക്കില്ല. സോ ഈ റിവേഴ്സ് മൈഗ്രേഷൻ നടക്കുന്നത് കൊണ്ടാണ് വീണ്ടും മൈഗ്രേഷൻ നടക്കുന്നത്. റിവേഴ്സ് കോമ്പീറ്റിംഗ് അല്ലാതെ വരുമ്പോൾ നമ്മൾ പറയുന്നില്ല സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ഈ സംഭവമാണ്, നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് അവിടെ ഫിറ്റ് ആകാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഭൂരിഭാഗം ആൾക്കാരും തിരിച്ച് റിവേഴ്സ് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിലർക്ക് പിന്നെ വേറെ ഫാക്ടേഴ്സ് ഉണ്ട്, ചിലർക്ക് ഇഷ്ടപ്പെടില്ല, അതായത് അവിടുത്തെ ക്ലൈമറ്റ് ഇഷ്ടപ്പെടില്ല, അവിടെ ഡിപ്രസിംഗ് ആയിട്ട് ഫീൽ ചെയ്യും, ഹോം സിക്നെസ് ഉള്ളവരുണ്ട്. അങ്ങനെ ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്നവരുണ്ട്, അവിടെ നിന്ന് നിർത്തി വന്ന് ഇവിടെ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ഓവർ പോപ്പുലേഷനും ചിലപ്പോ ഈ പറഞ്ഞ കോമ്പറ്റീഷനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വേറൊരു സെഗ്മെന്റ് കൂടി ഉണ്ട് നമ്മുടെ ഇന്ത്യയിലെ പൊളിറ്റിക്സ് നമ്മൾ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഐ മീൻ ഇവരൊക്കെ കുറച്ച് നല്ല നല്ല എഡ്യൂക്കേഷൻ സെക്ടറിൽ അല്ലെങ്കിൽ പുറത്ത് പോയി പഠിച്ച ആൾക്കാരൊക്കെ അവര് നാട്ടിലേക്ക് വന്നിട്ട് അതിന്റെ സാധ്യതകൾ കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ അടുത്തൊരു റീലിലൊരു ഇരിഞ്ഞാലക്കുടയിലൊരു ഒരു 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 പുള്ളിക്കാരി US ചീസിന്റെ US ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. അപ്പൊ ആളുടെ സാധ്യതകള് ചാർട്ടേഡ് അക്കൗണ്ടോ സംതിങ് ആയിരുന്നു, ഐ മീൻ ജാവ എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ ആള് നാട്ടിലേക്ക് വന്നിട്ട് ആളെ സാധ്യതകൾ ചെയ്യുന്നു. അങ്ങനെ എത്രയോ ആൾക്കാർ നാട്ടിൽ വന്ന് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പോസിറ്റീവ് ആക്ച്വലി ആ വീഡിയോ കണ്ടപ്പോഴാണ് നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ ഒരു ചീസിന്റെ സംഭവം ഇല്ല, മീൻസ് വേറെ ഒരു ബ്രാൻഡ് ഇല്ല, അത് ആകെ 1-2 ചീസേ ഉള്ളൂ, വെറൈറ്റി ഓഫ് ചീസ് ഇല്ല എന്ന് ആ ഒരു റീൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. നമുക്ക് പുറത്തു പോയി കണ്ടിട്ട് പല കാര്യങ്ങളും ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, ഇവിടുത്തെ പല കാര്യങ്ങളും നമുക്ക് അവിടെയും ചെയ്യാൻ പറ്റും. സോ അത് ഐഡന്റിഫൈ ചെയ്യുന്നത്, ഞാൻ പറയുന്ന ഒരു നോർമൽ ജോബ് ചെയ്യുന്ന മൈൻഡ് സെറ്റ് അല്ല. എനിക്ക് എന്തെങ്കിലും ഓണ്ടർപ്രണറൽ ഐഡിയ ഉണ്ട്. ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഇപ്പൊ ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്. പക്ഷെ അത് പഠിച്ചിട്ട് ഓണ്ടർപ്രണേഴ്സ് ആകുന്നവർ വളരെ കുറവാണ്. കാരണം അവർക്ക് ഓണ്ടർപ്രണറൽ മൈൻഡ് ഇല്ല ഒട്ടുമിക്ക ആളുകൾക്കും. ഓക്കെ, ഫീസ് കുറഞ്ഞ ഒരു ഇത് പഠിക്കാൻ വലിയ തിരക്കേടില്ലാത്ത ഒരു കോഴ്സ്, ആ മൈൻഡ് സെറ്റിലാണ് പോകുന്നത്. പക്ഷെ പ്രോപ്പറായിട്ട് ഇത് നോക്കി പോകുന്നവരെ ഐഡന്റിഫൈ ചെയ്യും, അവിടുത്തെ ഗ്യാപ്പ് ആണെങ്കിലും ഇവിടുത്തെ ഗ്യാപ്പ് ആണെങ്കിലും. പക്ഷേ ഈ ഗ്യാപ്പ് ഐഡന്റിഫൈ ആണെങ്കിൽ ചുമ്മാ നമ്മളെ റൂമിൽ ഇരിക്കുകയോ ഹോട്ടലിൽ വർക്ക് ചെയ്യാൻ പോയാലോ കിട്ടില്ല. ട്രാവൽ ചെയ്യണം. ലാറ്റ്വിയക്ക് നിങ്ങൾ ലാറ്റ്വിയയിലേക്കാണെങ്കിൽ ലാറ്റ്വിയ ട്രാവൽ ചെയ്ത് ആദ്യം ലാറ്റ്വിയയിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കണം. അവിടെ എന്താണ് നമുക്ക് ഇന്ത്യയിൽ ഇല്ലാത്തത് എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അങ്ങനെയുള്ള ഒരു ഐഡിയയും കൂടെ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ വേറൊരു സംഭവം ഉണ്ട്, നമ്മൾ മലയാളികൾ പൊതുവെ ചെന്ന് കഴിഞ്ഞാൽ മലയാളികളോട് തന്നെയാണ് കമ്പനിയായി നമ്മുടെ ഒരു ഗ്യാങ് ഫോം ചെയ്ത് നമ്മളെ സർക്കിൾ അടിച്ചുപൊളി, പിന്നെ ഇടയ്ക്ക് നമ്മൾ പിന്നെ ആ ഒരു ലൈഫ് സോഷ്യലൈസ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് കുറെ പേരുടെ സന്തോഷം. പക്ഷെ നമ്മൾ പോയ പർപ്പസ് അപ്പോഴും കുറെ പേര് മറക്കുക. അല്ലെങ്കിൽ എനിക്ക് ഇത്ര വീട്ടിൽ അല്ലെങ്കിൽ നാട്ടിൽ കടബാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്ര ലോൺ എടുത്താൽ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഫ്യൂച്ചർ സെറ്റ് ചെയ്യണം. അതിപ്പോൾ ആരും ചിന്തിക്കുന്നില്ല. നമ്മൾ ലോക്കൽസിനോട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ വേണം. യെസ്, ഓഫ് കോഴ്സ് നമുക്ക് ഒരു കമ്മ്യൂണിറ്റി വേണം. കാരണം യൂറോപ്പിൽ എല്ലായിടത്തും ഇന്ത്യൻ കമ്മ്യൂണിറ്റി, മലയാളി കമ്മ്യൂണിറ്റി ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷെ നമ്മൾ അവിടുത്തെ ലോക്കൽസുമായിട്ടും കൂടെ മിങ്കിൾ ചെയ്യണം, അവരോട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. നമ്മൾ എത്രയെന്ന് പറഞ്ഞാൽ കൾച്ചറൽ എക്സ്ചേഞ്ച് നല്ല രീതിയിൽ വേണം. അവരാണ് അവിടുത്തെ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടത്. അതായത് അവിടെ എന്താണ് ശരിക്കും ആവശ്യമുള്ളത്, നമ്മുടെ സ്കില്ല് കണ്ടിട്ട് അങ്ങനെ ആളുകൾ എടുക്കുന്നുണ്ട്. എനിക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ചെയ്ത് കിട്ടുന്നത് ലോക്കൽസുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുമ്പോഴാണ്, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ എന്താണ് ആവശ്യമുള്ളത് നമുക്ക് മനസ്സിലാവുക. ഈ പറഞ്ഞ പോലെ നമ്മുടെ സാധ്യത നമ്മൾ തന്നെ അടക്കണേ. അതായത് സംസാരിക്കേണ്ടതും നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് നമ്മളെ തന്നെയാണ്. അത്
മലയാളികളോട് മാർക്കറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നതിൻ്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ആഫ്റ്റർ ഓൾ നമ്മൾ എന്തിനാണ് വന്നേക്കണം എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ ഈ ഗ്യാങ് കൂടാനാണോ അല്ലെങ്കിൽ നമ്മൾ പാർട്ടി ചെയ്യാനാണോ? ഇതൊന്നല്ല. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജോലിയാണ്. അങ്ങനത്തെ ഉള്ളവർക്കാണെങ്കിൽ ദറ്റ്സ് ഫൈൻ, നമ്മളത് അവസാനിപ്പിക്കാം. അല്ല, ഇപ്പം നമ്മളൊരു ബെറ്റർ എഡ്യൂക്കേഷൻ അതൊരു ആ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് യൂറോപ്പോ അല്ലെങ്കിൽ മറ്റ് കൺട്രീസിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അതൊരിക്കലും അല്ല. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ അടിപൊളി ആയിട്ട് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന കോളേജസും യൂണിവേഴ്സിറ്റീസും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ ബെറ്റർ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നാട്ടിലുണ്ട്. സെയിം ഇതിന് ഇപ്പൊ റാങ്കിങ് നോക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യയിൽ തന്നെ സൂപ്പർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. മണിപ്പാലൊക്കെ ടോപ്പ് റാങ്കിങ്ങിൽ വരുന്നതാണ്. അണ്ണ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. ലീഡിംഗ് യൂണിവേഴ്സിറ്റീസ് പോലും അത്രയും റാങ്കിൽ ഇല്ല. ഇല്ല. അപ്പോൾ ഏകദേശം ഇന്ത്യയിൽ 1000 യൂണിവേഴ്സിറ്റി മുകളിലേക്കുണ്ട്. അപ്പൊ നമുക്കത് അറിയാണ്ടാണ് ആക്ച്വലി. അല്ല, ഈ ഒരു പോയിന്റ് പറയുമ്പോൾ ഞാനിതിനെ ഒന്ന് ഇത് ചെയ്യാണ് കേട്ടോ, ക്രോസ് ചെയ്യാണ്. ഇന്ത്യയിൽ ഇത്രയും അധികം യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, പക്ഷെ ഇത്രയും യൂണിവേഴ്സിറ്റിയിലും ഫിറ്റ് ഇൻ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. കാരണം പലയിടത്തും നമുക്ക് അഡ്മിഷൻ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഇന്ത്യയിൽ തന്നെ IIT പഠിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ റാങ്കിൽ ഇവിടെ പഠിക്കാൻ പറ്റും. അല്ലെ, നമുക്ക് ഇവിടുത്തെ പല യൂണിവേഴ്സിറ്റിയിലും നമുക്ക് ഇവിടുത്തെ ഫീസ് കൂടുതലാണ്. ഇവിടെ MBA ചെയ്യുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ ഇവിടെ MBBS ചെയ്യുന്നതിനെക്കാട്ടിലും ചീപ്പാണ് എബ്രോഡ് പോയി ചെയ്യാൻ. ബാംഗ്ലൂർ ജെയിൻ 12 lakh ആണ് ഫീസ് വരുന്നത്. അതെ, അപ്പോൾ ഇതിന്റെ നോക്കുകയാണെങ്കിൽ നമുക്ക് അബ്രോഡ് പോയി പഠിച്ചാൽ മതി. അതൊരു കാര്യമാണ്. ലൈക്ക് നമുക്ക് നല്ല റാങ്കിങ്ങിൽ എബ്രോഡ് പോയി പഠിക്കാം. രണ്ട്, നമ്മളിവിടെ കോമ്പീറ്റ് ചെയ്യുന്നത് 1.4 ബില്യൺ പീപ്പിളിന്റെ കൂടെ ആണ്. ഓക്കെ, അല്ല അതിലൊരു യൂത്ത് നമ്മൾക്കെടുത്ത് 25% യൂത്ത് സെഗ്മെന്റ് ആണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ പല കൺട്രിയിൽ ആകെ 20 മില്യൺ അല്ലെ 30 മില്യണേ ഉള്ളൂ പോപ്പുലേഷൻ. അതിലെ യൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മില്യണേ കാണുള്ളൂ. അതിന് അവരുമായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. സോ ഇവിടുത്തെക്കാട്ടിലും കുറച്ചൊരു കോമ്പറ്റീഷൻ എളുപ്പമാണ് അവിടെ. ആക്ച്വലി ഇന്റഗ്രേറ്റ് ചെയ്യാനും എളുപ്പമാണ്. പിന്നെ ഈ യൂണിവേഴ്സിറ്റിയിൽ ഇവിടുത്തെ എഡ്യൂക്കേഷൻ ആണോ അവിടുത്തെ എഡ്യൂക്കേഷൻ ആണോ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ എനിക്ക് അതിനകത്ത് ഒരു എന്താ പറയുക ക്രോസ് പോയിന്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ് ഓൺ പീപ്പിൾ മൈൻഡ് സെറ്റ്. നിങ്ങൾക്ക് എന്താണ് ആവശ്യം? നിങ്ങൾക്ക് ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ ആണ്, ഇന്റർനാഷണൽ മൈൻഡ് സെറ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഗോ അബ്രോഡ്. അതല്ല, എനിക്ക് എൻ്റെ ഫാമിലിയുടെ കൂടെ നിൽക്കണം, എനിക്ക് ഇന്ത്യയിലാണ് നിൽക്കേണ്ടത്, എനിക്ക് വാട്ട് ഐ വാണ്ട് ടു കോൺട്രിബ്യൂട്ട് ഈസ് ടു ഇന്ത്യ അല്ലെങ്കിൽ വിത്തിൻ ഇന്ത്യ എന്നാണെന്നുണ്ടെങ്കിൽ യെസ് ഇവിടെ തന്നെ ചെയ്യണം. പിന്നെ ഇവിടെ കിട്ടുന്ന ക്യാമ്പസ് ലൈഫ് ഒക്കെ അവിടെ കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഇവിടുത്തെ ക്യാമ്പസ് ലൈഫും കാര്യങ്ങളും കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് അവിടെ പാർട്ട് ടൈം ചെയ്യാനും നമുക്ക് ഫിനാൻഷ്യലി സെൽഫ് ഇൻഡിപെൻഡന്റ് ആകാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. പെട്ടെന്ന് ഇൻഡിപെൻഡന്റ് ആവും, പെട്ടെന്ന് മെച്യൂർഡ് ആവും. ഇവിടെ നമ്മൾ ആ മെച്യൂരിറ്റി ലെവൽ കുറയും. നമ്മളിപ്പോൾ ഞാൻ ബാച്ചിലേഴ്സ് ഇറങ്ങിയ പ്രായത്തിൽ അവിടെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയി ലൈഫ് മെച്യൂർഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. എനിക്കത് ഇവിടെ പറ്റിയില്ല. കാരണം ഞാൻ ആ സമയത്ത് എന്നെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വീട്ടുകാരാണ്. ഞാൻ കോളേജിൽ പോകുന്നു, പഠിക്കുന്നു, വരുന്നു, എക്സാംസ് എഴുതുന്നു, അത് കഴിഞ്ഞിട്ട് ജോലി അന്വേഷിക്കാൻ ഇറങ്ങി. സോ അപ്പോഴത്തേക്ക് എനിക്ക് ഏജ് 23 ആയി. അപ്പൊ ആ ഏജിൽ അവിടെ അത് അങ്ങനെ മൈൻഡ് സെറ്റിൽ നോക്കുന്നവർക്ക് എബ്രോഡ് നല്ല ഓപ്ഷനാണ്. അത് എൻ്റെ ഒരു ക്രോസ് പോയിന്റ് ആണ്. ഞാൻ ഈവൻ ഇവിടെ മാസ്റ്റേഴ്സ് എടുത്തപ്പോൾ ചെയ്ത സമയത്ത് പോലും എന്നെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. ഞാനിവിടെ ഇങ്ങനെ ഒരു ജോബ് ഇപ്പൊ ഞാൻ യൂറോപ്പിൽ പോയി ചെയ്യുന്ന ഒരു ജോബ് ഇവിടെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചിലപ്പോൾ എനിക്ക് പോസിബിൾ ആയിരിക്കില്ല. അങ്ങനെ ഒരു ചിന്ത പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. ബട്ട് അത് യൂറോപ്പിൽ ചെന്ന് കഴിയുമ്പോഴേക്ക് എനിക്ക് എന്തായാലും ജീവിക്കണം, എനിക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ മറ്റ് ജോബുകൾ കണ്ടുപിടിക്കുക. ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോലും പറ്റില്ലാത്ത ജോബുകൾ നമ്മൾ അവിടെ പോയി ചെയ്യും. അല്ല, ഇവിടെ നമുക്കൊരു സൊസൈറ്റി കൺസേൺ ഉണ്ട്. എന്തെങ്കിലും ചെയ്താൽ ഇവൻ ഞാൻ നാട്ടിലാണ് പഠിച്ചത്. ഞാൻ ഡിഗ്രി ഇവിടുന്ന് ചാലക്കുടിയായിരുന്നു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. പക്ഷെ ഞാൻ പാർട്ട് ടൈം ചെയ്തിട്ട് വർക്ക് ചെയ്തത്. എനിക്ക് സൊസൈറ്റി പ്രശ്നം ഉണ്ടായിരുന്നില്ല. എൻ്റെ പാരൻസ് ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് എൻ്റെ മൈൻഡ് സെറ്റ് ആയിരുന്നില്ല എൻ്റെ ക്ലാസ്മേറ്റ്സിന് ഉണ്ടായിരുന്നത്. അവർ ഭയങ്കര ഫീഡിങ് ആയിരുന്നു. മീൻസ് എല്ലാം ഒരു അല്ല എനിക്ക് അതുകൊണ്ട് റയറാണുള്ളത്. എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ആള് പാർട്ട് ടൈം ചെയ്യാൻ അബ്രോഡ് പോകണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. പക്ഷെ നമ്മൾ ഈ ചെയ്യുന്ന ജോലി നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ബുദ്ധിമുട്ടാണ്. പറ്റില്ലല്ലോ. റിവേഴ്സ് മൈഗ്രേഷന്റെ ഒരു ഗുണം തോന്നിയത് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് മാറിയിട്ട് അങ്ങോട്ട് വരാം. രണ്ട് രീതിയിൽ മാറാം. ഒന്ന് ഡിപ്രസ്ഡ് ആയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ അവിടെ പോയി ഒരു പെങ്കൊച്ചി ചെയ്യാൻ പറ്റില്ല. പുള്ളി ഇതിന് ബെസ്റ്റ് എക്സാമ്പിളാ. കാരണം റിവേഴ്സ് മൈഗ്രേഷൻ ആണിത്. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ വരുന്നു. ചിലര് ഓക്കെ എന്റെ പാട്ട് അവിടെ അവസാനിച്ചു, ഇതിന്ന് എനിക്ക് എന്ത് കിട്ടി? നല്ലൊരു റെക്കഗ്നൈസ് ആയിട്ടുള്ള ഒരു ഡിഗ്രി കിട്ടി, ഇതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടി? നല്ലൊരു എക്സ്പോഷർ കിട്ടി, നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയി. ഇതിനെ പോസിറ്റീവായി നോക്കി നല്ല കമ്പനിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇവൻ
നമ്മുടെ ഒരു കമ്പനിക്ക് ഒരു അസറ്റ് ആവുമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇവൻ അല്ലെങ്കിൽ ഇവൾ ഈ കമ്പനിക്ക് ഒരു അസറ്റ് ആവുമെന്ന് വെച്ചാൽ കുറെ കമ്പനികൾ പുറമേ നിന്ന് പഠിച്ച കാൻഡിഡേറ്റിനെ ഹയർ ചെയ്ത് ഹയർ പോസ്റ്റുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതെ അതെ. അപ്പൊ ഇതൊന്നും ചിന്തിക്കുന്നില്ല, എല്ലാവരും ഡിപ്രസ്ഡ് ആയി ഇവിടേക്ക് വരുന്നു. എനിക്കറിയാം, പക്ഷെ ഞാൻ പേര് പറയുന്നില്ല, നമ്മുടെ സ്റ്റുഡൻ്റ് ആണ്. അവന് അച്ഛനമ്മേനും പിരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. പേഴ്സണലി എനിക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ അവൻ ഒരു 6 മന്തിന് ശേഷം നാട്ടിലേക്ക് വരുന്നു. കുറച്ചാൾ ഭയങ്കര വിഷമത്തിലായിരുന്നു, ചേട്ടൻ എന്ത് ചെയ്യും, 4 ലക്ഷം രൂപ 5 ലക്ഷം പോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് തോന്നാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യണം. അവൻ നഴ്സിംഗ് ഇപ്പൊ 2nd ഇയർ ബാംഗ്ലൂർ പഠിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പൊ ചില സ്റ്റുഡൻസ് നാട്ടിലേക്ക് വരുന്നു, പക്ഷേ അവര് മൈൻഡ് സെറ്റ് മാറ്റാൻ നമ്മൾ റെഡിയാണ്. നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും എന്നാൽ മാത്രമേ നമുക്ക് ഒരു പോസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. വാട്ട് എവർ ഹാപ്പൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു. എന്തെങ്കിലും സിറ്റുവേഷൻ കൊണ്ട് നാട്ടിലേക്ക് വരേണ്ടി വന്നു കഴിഞ്ഞാലും അതിന് എന്തൊക്കെ നമുക്ക് ലഭിച്ചു, അവിടെ നമ്മൾ എന്ത് ഏൺ ചെയ്തു അതിനെ ബൂസ്റ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിലായാലും ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ടോപ്പ് 3 എക്കണോമിയിലേക്ക് മാറാൻ പോവാണ്. സോ ഓൾമോസ്റ്റ് ആൾക്കാരും റിവേഴ്സ് മൈഗ്രേഷനിൽ നാട്ടിലേക്ക് വരുന്നു, അവർ ഓൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ജർമ്മനിയിൽ നമ്മൾ കടത്തി വിട്ടു ഫോർ എക്സാമ്പിൾ. അപ്പോൾ നമുക്കിവിടെ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം പക്ഷെ അത് നമ്മളതൊന്നും അച്ചീവ് പറയുകയാണെങ്കിൽ അവിടെ പോയവരൊക്കെ തിരിച്ചു വരാൻ പറയണം അല്ലേ? ഇത് നമുക്ക് ഈസി ആയിട്ടങ്ങ് നടക്കുന്ന കാര്യമല്ല. നമ്മൾ പോയ ഒരു മാസ്റ്റേഴ്സ് പഠിക്കാൻ പോയ ആളുകൾ പോലും ഒരു 70% ആളുകളും ഈ പറയുന്ന ഫീൽഡുകളിലൊന്നും അനക്കിലാണ് വർക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും വർക്ക് മതി. ചിലർ ഇപ്പോഴും ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. പഠിത്തം കഴിഞ്ഞിട്ട് പോലും വർക്ക് വിസയിൽ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നത്. ഈവൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് പോലും ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് അവൻ യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അതിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഇപ്പൊ അവിടെ ഇപ്പോൾ 1 ലക്ഷം രൂപ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കും. ആ ക്യാഷ് ഇവിടെ ഒന്നും കിട്ടില്ലല്ലോ ആ സേഫ് ഫീൽഡിൽ. അപ്പൊ അങ്ങനെയുള്ളവരൊന്നും ഒരിക്കലും റിവേഴ്സ് മൈഗ്രേഷൻ ചിന്തിക്കുകയില്ല. അവര് ഈ പണ്ട് ദുബായിക്ക് പോകുന്ന ആളുകളെ പോലെ 20 കൊല്ലം 25 കൊല്ലം അവിടെ റിപ്പീറ്റബിൾ ആണ്. പറഞ്ഞ പോയിന്റ് വളരെ വാലിഡ് പോയിന്റ്. ഫിനാൻഷ്യലി സെറ്റിൽ ആകും അതൊന്നും അവർക്ക് ഐഡിയ ഇല്ല. എന്തോ പറയില്ലേ നമ്മളൊരു ഇതിലിട്ട കിളി, കൂട്ടിലിട്ട കിളി പിന്നെ പുറം ലോകമായിട്ട് മിങ്കിൾ ചെയ്യില്ല. പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. തിരിച്ചു വരുന്നില്ല എന്ന് മിക്ക ആളുകളും പറഞ്ഞ അവിടെ കേട്ടിട്ടുണ്ട്. അതിന്റെ മെയിൻ റീസൺ അവിടെ കിട്ടുന്ന ഇതുപോലെ ജോബുകളൊക്കെ ആയിരിക്കും. അവർ ആ എക്സ്പീരിയൻസ് കൊണ്ട് ഇവിടെ വന്ന് ഒരിക്കലും സെറ്റ് ആവില്ല. ആ പറയുന്ന ഫിനാൻഷ്യലി ഫ്രീഡം ഇവിടെ വന്ന് കിട്ടില്ല. ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയില് എഞ്ചിനീയറിനും ക്ലീനറിനും ഒരേ സാലറിയാണ്. 3 ലക്ഷം രൂപ മേളിൽ സാലറി ഉണ്ട് ക്ലീനറിനും. ഓക്കെ, അത് ഇവിടെ കിട്ടുമോ? ഇവിടെ 20,000 രൂപയിൽ കിട്ടുള്ളൂ. അപ്പൊ അവൻ അവിടെ ക്ലീൻ ചെയ്യുന്നതിന് ടെൻഷൻ എടുക്കണ്ട, റെസ്പോൺസിബിലിറ്റീസ് കുറവാണ്. ഈ പറയുന്ന പോലെ എന്തോ ടാർഗറ്റ് മീറ്റിങ്ങോ അല്ലെങ്കിൽ പ്രൊജക്ട് സബ്മിഷൻസോ കാര്യങ്ങളോ ഇല്ല. അവൻ കംഫർട്ടബിൾ ആണ്, വളരെ സുഖകരമാണ്. അവൻ ക്ലീനർ ആയിട്ട് അവന് പ്രശ്നമില്ല. അവൻ ഇവിടെ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഫാമിലി ചിലപ്പോൾ അറിയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. എഞ്ചിനീയർക്ക് ഒരു 5 കൊല്ലം എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് ഇവിടെ വന്നാൽ ഗ്രോത്ത് ഇല്ല. ഇഷ്ടംപോലെ ഗ്രോത്ത് ഉണ്ട്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു മെക്ഡൊണാൾഡ്സിൽ ഞാൻ ഏകദേശം 1.5 കൊല്ലം വർക്ക് ചെയ്തു. ഞാൻ ടീം ലീഡ് ആയിരുന്നു, ഇന്ത്യയിലെ ഒരു ടീം ലീഡ് എന്ന് പറയും. അതിനുശേഷം എനിക്ക് മാൾട്ടയിൽ കോഴ്സിന് ശേഷം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വരാണ്. അപ്പൊ എൻ്റെ മനസ്സിൽ എൻ്റെ അടുത്ത് മാനേജർ പറഞ്ഞ് ഈ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ, ലാറ്റ്വിയൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനേജർ പോസ്റ്റിലേക്ക് നമുക്ക് വർക്ക് ചെയ്യാം, കുഴപ്പമില്ല, നമ്മൾ ഓക്കെയാണ് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ മൈൻഡിൽ എന്താ വേണ്ട, എനിക്ക് അപ്പുറത്തൊരു എഞ്ചിനീയർ പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഓക്കെ, ഇവിടെ നിന്ന് ഒരു നല്ലൊരു ഓഫർ വരുന്നു, നമ്മൾ കംഫർട്ടബിൾ ആണ് ആ ഒരു കണ്ടീഷനിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇപ്പോഴും ബർഗർ ഉണ്ടാക്കാനും അല്ലെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് ബർഗർ പാക്ക് ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം. പക്ഷെ നമ്മളൊന്ന് മാറി ചിന്തിക്കാതെ ഒന്നും കാര്യമില്ല. നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കുന്ന മൊമെന്റിലാണ് കരിയർ ചേഞ്ച് ചെയ്യുന്നത്. വാട്ട് എവർ എൻ്റെ ഡിസിഷൻ ചിലപ്പോൾ ഫെയിൽ, ആ കമ്പനി അത്ര നല്ല കമ്പനി അല്ല, പക്ഷെ എനിക്ക് കിട്ടിയ കുറെ എക്സ്പീരിയൻസ് ഉണ്ട് ആ കമ്പനിയിൽ നിന്ന്, എങ്ങനെയായിരിക്കണം കാര്യങ്ങൾ എന്നുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്നത് നമ്മളൊരു കംഫർട്ട് സോണിൽ നിന്ന് പെട്ടെന്ന് മാറി കഴിഞ്ഞാൽ ചിലപ്പോൾ പോസിറ്റീവ് ആയിട്ട് എല്ലാ കാര്യങ്ങളും വരണതൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ആ ഒരു റിസ്ക് എടുക്കണം, എന്നാൽ മാത്രമേ നമ്മൾ അതിൽ നിന്ന് നമുക്ക് ഒരു മാറ്റം വരത്തുള്ളൂ. വാട്ട് എവർ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഒരു മാറ്റം വരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നോർമൽ ആയിട്ടുള്ള പരിപാടികൾ ചെയ്യാതെ കുറച്ചുകൂടി ഇതായിട്ട് ചെയ്താൽ മാത്രം. പക്ഷെ ഒരു പരിധി വരെ ഇപ്പൊ ഈ അബ്രോഡ് നിങ്ങളെല്ലാവരും ഓൺ അപ്ലിക്കേഷൻ ആയിരുന്നോ അബ്രോഡ് നോക്കിയത്? ഞാനൊരു ഏജൻസിനെ ഡിപെൻഡ് ചെയ്തത്. കാരണം ആ സമയത്ത് നമുക്ക് ഇതിന്റെ പ്രോസസ്സ് ഐഡന്റിഫൈ പാടാം. പിന്നെ ലാറ്റ്വിയ ആണെങ്കിലും ഒട്ടുമിക്ക യൂറോപ്യൻ കൺട്രി ആണെങ്കിലും നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ബേസിക്കലി നമ്മൾ മടിയന്മാരാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ തെറ്റുകൾ വരുത്തും. പിന്നെ നമുക്ക് സപ്പോർട്ട് വേണ്ട കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി വൈബിൾ ആയിരിക്കില്ല. അറ്റസ്റ്റേഷൻസിന്റെ കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് സപ്പോർട്ട് വേണ്ടി വരും. VFS ഡേറ്റ്സ് എടുക്കാൻ സപ്പോർട്ട് വേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് മതി നമ്മുടെ 3 മാസത്തെ വർക്ക് ഒറ്റ സെക്കൻഡിൽ എല്ലാം പോകാനായിട്ട്. സോ അങ്ങനത്തെ കേസിൽ ഒരു ഏജൻസിയുടെ സപ്പോർട്ട് എടുക്കുന്നത് നല്ലതാണെന്ന് തോന്നി. ഇപ്പൊ പൊതുവെ സ്റ്റുഡൻസിന് എല്ലാവർക്കും ഏജൻസി തന്നെ ഒരു ബ്ലേഡ് പോലെയാണ്. കാരണം മുക്കിന് മൂലയിലെ ഏജൻസികളും കൺസൾട്ടൻസും ഉണ്ട്. അതിൽ ആരെ ട്രസ്റ്റ് ചെയ്യും, ആരാണ് ഫ്രോഡ്, അത് ഒത്തിരി ഫ്രോഡ് ഉണ്ട് കേട്ടോ. ടു ബി ഓണസ്റ്റ് പറയാം, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ആരെ വിശ്വസിക്കുന്നുള്ളത് ഭയങ്കര
അതല്ല അല്ല അതെന്താ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറയണത്? ഇവൻ നമ്മളെ കുത്തി പറയുകയാണോ? അല്ല അല്ല എന്താ ചിലപ്പോൾ ഈ ഏജൻസീസിന്റെ കേസിൽ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു സ്റ്റുഡൻറ്റ് വരികയാണ്, ഒരു ബിടെക് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ്, മെക്കാനിക്കലോ സിവിലോ എന്തെങ്കിലും. അപ്പോൾ ഇവർക്ക് കറക്റ്റായിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുള്ള കാര്യങ്ങൾ അത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇതാണ് നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സ് അവനറിയില്ലായിരിക്കാം. പക്ഷെ നമ്മൾ മോസ്റ്റ്ലി 99% ഏജൻസീസ് നോക്കുന്നത് എന്താണ്, അവർക്ക് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കൺട്രീസിലോട്ട് തള്ളിവിടും. അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടോ ഇല്ലയോ എന്നൊന്നും അവർ നോക്കില്ല. അപ്പൊ ഇതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറന്റ് ആയിട്ട് അവരെ മനസ്സിലാക്കി ഇതിനൊരു സംഭവം ഗ്യാപ്പ് ഉണ്ട്. ഒരു ഏജൻസി ആണെങ്കിൽ സ്റ്റുഡൻ്റ് ആയാലും നമ്മൾ അവരെ കറക്റ്റ് കംപ്ലീറ്റ്ലി മനസ്സിലാക്കാതെ ഒരിക്കലും അവർക്കൊരു കോഴ്സോ കൺട്രിയോ യൂണിവേഴ്സിറ്റി ഓപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഇതിന് എങ്ങനെയാ നമുക്ക് കൺസൾട്ടൻസി റൺ ഞാൻ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പം കൺസൾട്ടൻസി ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവും, ഒബ്വിയസ്ലി സെയിൽസ് അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്മെന്റിന്റെ പാർട്ടാണ്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു കോഴ്സ് സജസ്റ്റ് ചെയ്ത് ഇവനെ അവിടെ കയറ്റി വിട്ടാൽ ഒബ്വിയസ്ലി അവൻ നെഗറ്റീവ് റിവ്യൂ പറയില്ലേ? നെഗറ്റീവ് റിവ്യൂ പറയും. പിന്നെ നിങ്ങൾക്ക് ഫർദർ റെഫറൻസോ കാര്യങ്ങളോ കിട്ടില്ല. അപ്പൊ നിങ്ങൾ കെട്ടിപ്പിടിച്ച സാധനങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകരാൻ ചാൻസ് ഇല്ല. പോകുന്ന എല്ലാരും വലിയ യൂട്യൂബ് ചാനലോ വലിയ ഇൻസ്റ്റാഗ്രാം പേജ് മാനേജ് ചെയ്യുന്ന ആളുകളൊന്നും അല്ല. ഇങ്ങനെ പോകുന്ന ഒത്തിരി നെഗറ്റീവ് പറയുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ റൂംമേറ്റിനോട് ഒന്ന് പറയും, അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന റൂംമേറ്റിനോട് പറയും. ഈ രണ്ടുപേർക്കുള്ളൊന്നും അപ്പുറത്തോട്ട് പോകുന്നില്ല. അതാണ് നമ്മുടെ ഇവിടുത്തെ മിക്ക ഏജൻസികളും ഇത്ര ഫോടത്തരം കാണിച്ചാലും സെറ്റായി പിന്നെയും പോകുന്നതിന്റെ മെയിൻ റീസൺ. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഈ ഇൻഡസ്ട്രിക്കകത്ത് ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇൻഡസ്ട്രിക്കകത്ത് ഇപ്പൊ നമ്മൾ ഒരുമിച്ച് കൊളാബ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ വിട്ട സ്റ്റുഡൻസിന്റെ ഒരു കമ്മ്യൂണിറ്റി അവരുടെ ഫീഡ്ബാക്ക് നമുക്കുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ അഡ്മിഷൻ ചെയ്യത്തുള്ളൂ. പിന്നെ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഞാനായാലും അവിനാശായാലും ചോദിക്കുന്ന കാര്യങ്ങൾ അവരുടെ റിക്വയർമെന്റ് എന്താണ്, അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത്. ചിലർക്ക് ബഡ്ജറ്റ് ആയിരിക്കും, ചിലർക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ആയിരിക്കും, ചിലർക്ക് സ്പൗസ് ആയിരിക്കും, ചിലർ ആരില്ലാത്ത കൺട്രി പറയും, ചിലരും പ്രയാസമുള്ള കോഴ്സുകൾ പറയും. അങ്ങനെ 10 പേർക്ക് 10 കണ്ടീഷൻസാണ്. നമ്മുടെ പ്രോഫിറ്റിന് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പഠിച്ച അവിടെ നിന്ന് ഇറങ്ങി, ഇപ്പോൾ അവിനാശായാലും ഒരു നല്ല ഇൻഡസ്ട്രിയിൽ നിന്ന് ഇറങ്ങി അവർക്ക് എന്താണോ വേണ്ടത് അതിന് മാന്യമായിട്ടുള്ള ഒരു എമൗണ്ട് ചിലപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചു വരാം. അത് സത്യമാണ്. പക്ഷെ അവരുടെ കൊടുക്കുന്ന സർവീസ് വെക്കുകയാണെങ്കിൽ സർവീസിന് എമൗണ്ട് പ്രശ്നമില്ല. അനുസരിച്ചാണ് നമ്മൾ കോഴ്സുകൾ ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഇപ്പോൾ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ അവിനാശായാലും പോളണ്ടിന്റെ കേസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പഠിക്കാവുന്ന കുറച്ച് കൺട്രീസ്, ഐ മീൻ നഴ്സിംഗിന്റെ കേസ് ആയാലും അല്ലേ, നഴ്സിംഗിലേക്ക് നമുക്ക് ഇൻഡെപ്ത് കുറച്ച് നഴ്സിംഗിനെ പറ്റി നമുക്ക് സംസാരിക്കാം. അവരുടെ എന്താണോ കണ്ടീഷൻസ്, ബഡ്ജറ്റ് ആണെങ്കിൽ പോളണ്ട്, ലാറ്റ്വിയ, ചിലപ്പോൾ അവർക്ക് ബഡ്ജറ്റ് ആയിരിക്കും കൺസ്ട്രെയിൻ. ഇനി ഹയർ എഡ്യൂക്കേഷൻ നല്ല മാർക്കുള്ള ആളാണെങ്കിൽ ഓസ്ട്രിയ, ജർമ്മനി, ഇറ്റലി. ഇനിയിപ്പോ കുറച്ചുകൂടി PR ഓപ്ഷൻസ് ആണെങ്കിൽ ന്യൂസിലാൻഡ്. അപ്പൊ അങ്ങനെ പല കാറ്റഗറിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി വിസ സക്സസ് ആണെങ്കിൽ ഈവൻ ലാറ്റ്വിയ കുഴപ്പമില്ല, സൈപ്രസ് എന്ന് പറഞ്ഞ കൺട്രി ഉണ്ട്. ഇനി വെറ്റിനറി സയൻസ് അല്ലെങ്കിൽ മെഡിസിൻ ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ അസർബൈജാൻ, ഉസ്ബെക്കിസ്ഥാൻ, ജോർജിയ, അങ്ങനെ എല്ലാത്തിനും ഏതെങ്കിലും ഫീൽഡിനൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു കൺട്രി ആപ്റ്റായിട്ടും കോഴ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നേരത്തെ കേസ് എന്നോട് ചോദിച്ചില്ല എന്തുകൊണ്ട് ഏജൻസി എടുത്ത്, അന്നൊരു കരിയർ ഗൈഡൻസ് തരാൻ ആരുമില്ല. ഇന്ന് ഏജൻസികൾ ഇതേപ്പറ്റി പഠിച്ച് പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരുണ്ട്. ബോധവാന്മാരാത്ത സ്റ്റുഡൻസിനെ ബോധവാന്മാരാക്കുന്നുണ്ട്. ഇപ്പോഴും ഇപ്പൊ ഞാൻ 2019 എനിക്ക് ഷെങ്കൻ എന്ന് പറഞ്ഞ കൺട്രീനെ പറ്റി ഒന്നും അറിഞ്ഞു, അങ്ങനെ പറഞ്ഞ ഏരിയനെ പറ്റി അറിയില്ല. എനിക്ക് ഏജൻസി എന്ത് പറഞ്ഞു അതായിരുന്നു കാര്യം. ഇപ്പൊ അന്ന് ഞാനൊരു ക്ലോസ്ഡ് ബോക്സിലുള്ള ഒരാളാണ്. അപ്പൊ ഇപ്പോഴും അങ്ങനെ വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെ വരുന്നവരുണ്ട്. അങ്ങനെയുണ്ട്. പക്ഷേ കൂടുതൽ റിസർച്ച് നടത്താതെ വരുന്നവരുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്നത്. അതേപോലെ തന്നെ പാരൻസും ഉണ്ട്. ഇപ്പോൾ MBBS ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിനെക്കാട്ടിയും കൂടുതൽ ഇൻഫോർമേഷൻ ഉള്ളത് പാരൻസിനായിരിക്കും. ഡിസിഷൻ മേക്കർ പാരൻസ് ആണ്. പക്ഷെ ബാക്കിയുള്ള ഇപ്പോൾ അബ്രോഡ് ബാക്കിയുള്ള കോഴ്സസ് ഇപ്പോൾ UK യും കാനഡയും ഒക്കെ ചൂസ് ചെയ്യുന്നത് സ്റ്റുഡൻസ് ആണ്. അവർ ജസ്റ്റ് അവരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അവരിതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളോ ഇൻഫോർമേഷനോ ഒന്നും കളക്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഒന്നും അറിയാത്ത പാരൻസ് ഉണ്ടല്ലോ, അവരുടെ മക്കളാണ് ഏറ്റവും കൂടുതൽ അബ്രോഡ് പോയിട്ട് ട്രാപ്പിൽ വിട്ടിട്ടുള്ളത്. പക്ഷെ ഒരു പാരൻസ് പ്രോപ്പറായിട്ട് സ്റ്റഡി നടത്തി ഇപ്പോൾ ഒരു കൺട്രി യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന പോലെ തന്നെ ഈ പോകുന്ന എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന് പറ്റിയിട്ട് റിസർച്ച് നടത്തുന്ന പാരൻസ് ഉണ്ട്. അങ്ങനെ പോകുന്നവർ അവർ സേഫാണ്, ഒരു പ്രശ്നം വരുന്നില്ല. ഈ 2 ടൈപ്പ് ആളുകളും നിലവിൽ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു കാര്യം നിങ്ങൾ ചോദിച്ചല്ലോ, നിങ്ങൾ ഈ ഒരു സർവീസ് ഫീൽഡിലാണ് നിൽക്കുന്നത്. സർവീസ് എന്ന് പറയുന്ന സാധനത്തിൽ നിങ്ങൾക്ക് 100, ഞാനൊരു ബിസിനസ് പഠിച്ച ആളാണ്, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്,
100% നിങ്ങൾക്ക് എല്ലാ ക്ലയൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾ എത്ര സർവീസ് കൊടുത്താലും എല്ലാവരും എൻഡ് ഓഫ് ദ ഡേ ഫുള്ളി ഹാപ്പി ആക്കാൻ? ഇല്ല, സർവീസ് ഫീൽഡ് ഒരിക്കലും നമുക്ക് 100% ഹാപ്പി ആക്കാൻ പറ്റില്ല. കാരണം അത് ഈ ഫീൽഡിൽ അങ്ങനെയാണ്. നമുക്കിപ്പോൾ ഒരു 100 പേര് നമുക്ക് ഒരേ സർവീസ് കൊടുത്താലും ഒരേ പ്രൊഡക്റ്റ് ആണ്, ഈ 100 പേരുടെ മൈൻഡ് സെറ്റ് ഡിഫറെൻ്റാണ്. ഒരിക്കലും ഇപ്പോൾ ഒരു എഗ് പപ്സ് ഒരേ ടെമ്പറേച്ചറിൽ നമ്മൾ ഉണ്ടാക്കി 100 പേർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ 100 പേര് ഒരേപോലെ അഭിപ്രായം പറയില്ല. ഇതേപോലെ തന്നെയാണ് സർവീസ് ഫീൽഡ് വരുന്നത്. നമുക്ക് ഒരിക്കലും അത് അങ്ങനെ 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ക്ലയൻറ്റ് നിന്ന് ഒരുപാട് ക്ലയൻറ്റുകൾ നമുക്ക് ഒരേ സർവീസ് കൊടുക്കാൻ പറ്റും. നമുക്കിപ്പോ ഒരു ലഡു വെക്കണം, ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഒരു ക്രീം ബൺ ക്രീം ബൺ വെക്കണം. അപ്പൊ നമ്മളത് വാങ്ങി ഞങ്ങളത് പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്ത് അശ്വിനത് കഴിക്കുന്നു. ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ആരുമില്ല. പക്ഷെ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ ഇതിന് വില്ലന്മാര് കുറച്ച് പേരുണ്ട്. ഒന്ന് നമ്മൾ തേർഡ് പാർട്ടി കോമ്പറ്റേറ്റേഴ്സ്, പിന്നെ VFS അപ്പോയിന്റ്മെന്റ്സ്, എംബസി, യൂണിവേഴ്സിറ്റി, ഇവരൊക്കെ ഇതിന്റെ ഏത് പോയിന്റ് നെഗറ്റീവ് ഇതൊന്നും ചിലപ്പോൾ സ്റ്റുഡൻസിന് അറിയണം. ഈവൻ സ്റ്റുഡന്റ് ഇന്റർവ്യൂ ഫെയിൽ ആയാലും അതിന്റെ ബ്ലെയിം കേൾക്കുന്നത് കൺസൾട്ടൻസിയാണ്. നമുക്ക് ഒരു പരിധി വരെ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? VFS പ്രോപ്പറായിട്ട് ഡോക്യുമെന്റേഷൻ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതിന് ഡിസിഷൻ മേക്കർ നമ്മളല്ലല്ലോ, സ്റ്റാമ്പ് ചെയ്യുന്നത് നമ്മളല്ലല്ലോ. അപ്പോൾ വിസ റിജക്ഷൻ വന്നാലും അത് ഏജൻസിയുടെ മിസ്റ്റേക്കാണ്. അപ്പോൾ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാത്ത എന്ത് ഇൻസിഡന്റ് വന്നാലും അതൊരു ഏജൻസിയുടെ പ്രശ്നമായിട്ടാണ്. അത് അങ്ങനെയാണ്. കാരണം ആ ഒരു ഏജൻസി എന്നുള്ളൊരു പേരിന്റെ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രോഡ് എന്നുള്ളൊരു സംഭവം ഓൾറെഡി നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട്. അപ്പോൾ അത് നമ്മളത് എടുത്ത് മാറ്റാൻ ലേറ്റ് ആയി തന്നെ നിങ്ങൾ എന്തുകൊണ്ട് ബ്ലോക്കുള്ള കാര്യം പറഞ്ഞില്ല എന്നാണ് ഡേറ്റ് കിട്ടുക. കാരണം നമ്മളെ അറിയുന്നത് ഈ മാസം ഡേറ്റ്സ് എല്ലാം ഓപ്പൺ ആണെങ്കിൽ അടുത്ത മാസം കാര്യം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഓരോ കൺട്രീസിന് പിന്നെ വേറെ ഇപ്പൊ പല കൺട്രീസിലും പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയും രണ്ട് രീതിയിലുണ്ട്. ഇപ്പോൾ ഇൻഡസ്ട്രിക്കകത്ത് നമ്മളുടെ ക്വാളിറ്റി സർവീസ് കിട്ടണമെങ്കിൽ നമുക്കും അതിനനുസരിച്ചുള്ള സ്റ്റാഫിനെയും മെയിൻറ്റെയിൻ ചെയ്ത് അവരെ ശ്രദ്ധിക്കാൻ വേണ്ടി വേണം. റിയാലിറ്റി ഞാൻ പറയണേ. അപ്പോൾ ബില്ല് ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ജോർജിയയിൽ 12-13 ലക്ഷം നഴ്സിംഗ്, 4 ലക്ഷത്തിന് പ്രോഗ്രാം 13. അതൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യേ. 13 ലക്ഷം കൊടുത്തിട്ടാണ് സ്റ്റുഡൻറ്റ് പോണേ. അപ്പോൾ മാന്യമായിട്ടുള്ളൊരു എമൗണ്ട് നമ്മൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഏജൻസിക്ക് കിട്ടുമ്പോൾ ചില യൂണിവേഴ്സിറ്റികൾ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യും, ചില യൂണിവേഴ്സിറ്റികൾ നമുക്ക് നമ്മുടെ സ്റ്റാഫിന് സാലറി കൊടുക്കണം, സ്റ്റുഡൻസിന് നല്ലൊരു ക്വാളിറ്റി ഉള്ള സർവീസ് നമുക്ക് കൊടുക്കണം. ഇതിനൊക്കെ ചെലവുകളുണ്ട്. അപ്പൊ സ്റ്റുഡൻസും നോക്കുന്നത് ഒന്നില്ലേ വളരെ ചീപ്പായിട്ട് എവിടെ നിന്ന് കിട്ടും. നമ്മൾ റിയാലിറ്റിയും ഫീസും പറയുമ്പോൾ പിള്ളേര് നമ്മുടെ ഇതൊന്നും നോക്കത്തില്ല. പിള്ളേര് ഏറ്റവും കുറവ് എവിടെ കിട്ടുന്നു ഇതിപ്പോ സത്യം പറഞ്ഞാൽ നമ്മളൊരു ചന്തയെ പോയ അവസ്ഥയാ. ചില കാര്യം എനിക്ക് അവര് 1 lakhന് തരും, നിങ്ങൾ 75 തരുമോ, ഇതാണ് ബാർഗെയിനിങ്. ഇതാണ്. പക്ഷെ ആ 75 കൊടുക്കുന്നൊരു 1 lakh കൊടുക്കുന്ന സർവീസ് എങ്ങനെയാണ്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കൊടുക്കും, നമ്മളൊരു ലെഗസി എങ്ങനെയാണ്, ഇതൊന്നും ഇവർ നോക്കില്ല. ഇപ്പോ ചില കോഴ്സ് ഇപ്പൊ ഈ ഹയർ എഡ്യൂക്കേഷൻ അബ്രോഡ് പ്ലാൻ ചെയ്യുന്നവരും മെഡിക്കൽ അഡ്മിഷൻസ് അബ്രോഡ് പ്ലാൻ ചെയ്യുന്ന 2 കാറ്റഗറിയാണ്. മെഡിക്കൽ അഡ്മിഷൻസ് അബ്രോഡ് നോക്കുന്നവർ കോഴ്സ് പീരീഡ് കഴിയുന്നത് വരെ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അവരവിടെ ഇപ്പോൾ ഒരു MBBS അബ്രോഡ് എടുക്കുന്നവരാണെങ്കിൽ 5+6 വർഷം കംപ്ലീറ്റ് ചെയ്ത് വന്ന് നാട്ടിലെത്തി FMCG എക്സാം പാസ്സാവുന്നത് വരെ നമ്മളെ ഗൈഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 6 വർഷത്തേക്കുള്ള ഒരു സർവീസ് ഫീസാണ് നമ്മൾ ഫസ്റ്റ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 6 വർഷം നമുക്കൊരു 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ ആദ്യം വിട്ട പലരും ഇപ്പോൾ ഡോക്ടേഴ്സായിട്ട് പല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മൾ അതിനാണ് സർവീസ് ചാർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് ഒരു കൺസൾട്ടൻസി മേടിക്കുന്നത്. അപ്പോൾ ഇത് ഇന്നലെ വന്നൊരു കൺസൾട്ടൻസി ആയിരിക്കും, അവർക്ക് ഈ പറഞ്ഞ സംഭവം ഒന്നുമില്ല. അപ്പോൾ അവർ ചിലപ്പോൾ 50,000-നോ 1 lakhനോ കൊടുക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കോണ്ടാക്ട് ഉണ്ടാവില്ല, പിന്നെ ചിലപ്പോൾ ഓഫീസേ ഉണ്ടാവില്ല, ഇഷ്ടംപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യൂറോപ്പിലുള്ള സമയത്ത് ഒരുപാട് ഇഷ്യൂസ് കണ്ടിട്ടുണ്ട്. ഈ യുക്രൈൻ വാർ നടന്ന സമയത്ത് നമ്മളൊരു 150 സ്റ്റുഡൻസ് അവിടെ ഉണ്ട്. നമ്മൾ ഇതിന്റെ ബിഹൈൻഡിൽ കിടന്ന് കളിച്ചിരുന്നത്, ഞങ്ങൾ ഫ്രണ്ട്ലി ഞങ്ങൾക്ക് വന്ന്
പറയാൻ പറ്റില്ല, കാരണം അത് ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ ഇതിൽ ഇപ്പോൾ അവിടെ ഒരു വാറ് വരുന്നുണ്ട് സാധ്യത. ഞങ്ങൾ ഫസ്റ്റ് ബോംബ് വീഴുന്നതിന് മുന്നേ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. ഞങ്ങൾ ഇവിടുത്തെ പോളിറ്റ് ബ്യൂറോ, ഇവിടുത്തെ CPIM-ന്റെ ഒരു എറണാകുളം ജില്ലയിലെ ഒരാളെ പോയി കണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞു. പുള്ളിയോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മീഡിയയിലും സെൻട്രലിലും ഒരു സപ്പോർട്ട് വേണം. പുള്ളി അപ്പം തന്നെ മിനിസ്റ്റർ, അന്ന് രാജീവ് ആയിരുന്നു മിനിസ്റ്റർ, പുള്ളിയെ ഇൻഫോം ചെയ്തു ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾ എന്ത് ചെയ്തു, എല്ലാവരും ഇൻഫോം ചെയ്തു. അപ്പോൾ പാരൻസ് ആണെങ്കിലും സ്റ്റുഡൻസ് ഞങ്ങൾ ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ വെള്ളരിപ്രാവുകൾ പറക്കുന്നുണ്ട്, ഇവിടെ പ്രശ്നമൊന്നുമില്ല, ബോംബൊന്നും അങ്ങനെയൊന്നുമില്ല. നമുക്കത് അറിയാൻ പറ്റും, കാരണം നമ്മൾ ഈ ഫീൽഡിൽ ഉള്ളത് കൊണ്ട്. അപ്പോൾ നമ്മുടെ വാക്ക് കേട്ട് പലരും തിരിച്ചു വന്നു. 10% വരെ തിരിച്ചു വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും, കാരണം അവർ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞത്, തിരിച്ചു വന്നോ, പ്രശ്നമില്ലെങ്കിൽ തിരിച്ചു കയറി പോയിക്കോ. ബോംബ് വിട്ടു, അവിടെ എയർപോർട്ടിലാണല്ലോ ഫസ്റ്റ് ബോംബ് വീണത്. അത് കഴിഞ്ഞ് അവിടെ ലോക്കായി. പിന്നെ അത് കഴിഞ്ഞ് ഇവരെ നമ്മളൊരു ട്രെയിൻ അറേഞ്ച് ചെയ്ത് പോളണ്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇതുവരെയുള്ള കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾ കറക്റ്റ് അപ്ഡേറ്റ്സ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ വന്ന് കയറി ഇവിടെ വരുന്നവരെല്ലാ സപ്പോർട്ടും നമ്മളുണ്ട്. നമ്മുടെ ഒരാൾ അവിടെ കൂടെ ഉണ്ടായിരുന്നു, ബങ്കറിൽ പെട്ടുപോയി ചെയ്ത്. നമ്മുടെ ഒരു ഫ്രണ്ട് സ്റ്റുഡൻസിനെ എല്ലാം പറയാൻ പറ്റില്ല, കാരണം നമുക്ക് ഇതിന്റെ ബിഹൈൻഡിലുള്ള സ്റ്റുഡൻസിനോട് പറയാൻ പറ്റും, കാരണം അത് അവർ റിയൽ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു സ്റ്റുഡൻറ് നമ്മളെ ഒരു സർവീസ്, ഇപ്പോൾ ബ്രോ പറഞ്ഞ ആ സർവീസ്, ഇത്രയൊക്കെ സർവീസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇത്രയും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ അവനേഷോട് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരാൾ ഒരു 1 lakhന് കൊടുക്കുന്നു, അയാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, മറ്റൊരാൾ ആ സെയിം കോളേജിന് 75 കൊടുക്കുന്നു. ചിലപ്പോൾ ഈ കൊല്ലം വന്ന ഏജൻസി ആയിരിക്കും. സ്റ്റുഡൻസ് ഇത് എങ്ങനെ തിരിച്ചറിയും? രണ്ടുപേരും ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്? അതാ ഞാൻ പറഞ്ഞത്, ഈ അഡ്വർടൈസ്മെന്റ് ബ്രാൻഡുകളിലെ ഈ അഡ്വർടൈസ്മെന്റ് ലാബലുകളുണ്ടാവും, പരസ്യവാചകങ്ങൾ, അതാണ് പലരും വീഴുന്നത്, ഓഫേഴ്സിൽ വീഴുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ റിസർച്ച്, ഫസ്റ്റ് പാരൻസോ സ്റ്റുഡൻസോ ഈ റിസർച്ച് നടത്തി കഴിഞ്ഞാൽ ഒരു കൺസൾട്ടൻസിയുടെയോ അല്ലെങ്കിൽ കറക്റ്റ് റെക്കോർഡ്, നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുണ്ടോ, നിങ്ങളുടെ വെബ്സൈറ്റുകളോ അങ്ങനെ അല്ല, അത് നമ്മൾ ഒബ്വിയസ്ലി അവർക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നമുക്ക് ഇതെല്ലാം പബ്ലിക് പ്ലാറ്റ്ഫോമിലെല്ലാം അവൈലബിൾ എല്ലാവരുടെയും. ഇപ്പോൾ ഞങ്ങളെ പോലെ തന്നെ ഒട്ടുമിക്ക ഒരുവിധം വെബ്സൈറ്റ് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഇല്ലേ? വെബ്സൈറ്റ് ഉണ്ട്, പക്ഷെ ഇതൊന്നും ആരും ചെക്ക് ചെയ്യുന്ന കൂടിയില്ല അല്ലേ? ആരെങ്കിലും റെഫർ ചെയ്യുന്നു, വിളിക്കുന്നു. ഇപ്പൊ എന്റെ അടുത്തൊരു സ്റ്റുഡന്റ് തന്നെ, യൂഷ്വലി സ്റ്റുഡൻസ് വരാറുണ്ട്, ബ്രോ എനിക്ക് ഒരു ഏജൻസി സജസ്റ്റ് ചെയ്തു, ഓക്കെ ഏതാ കോഴ്സ് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ ചിലപ്പോൾ ഒരു ഏജൻസി, എനിക്ക് അറിയുന്ന ഒരു ഏജൻസി, ചിലപ്പോൾ നിങ്ങളായിരിക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സജസ്റ്റ് ചെയ്തു കൊടുക്കും. അവർ നേരെ പോയി അവിടെ സംസാരിച്ചു, പിന്നെ അങ്ങ് പ്രൊസീഡ് ചെയ്യാണ്. ഈ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് ചെക്കോ കാര്യങ്ങളോ വേറെ ഒന്നും നടത്തുന്നില്ല. അല്ല, ഇതിന്റെ ഇപ്പോൾ ആനന്ദ് പറഞ്ഞതിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ടേബിളിലായിരിക്കും ഇവരെ ഇരിക്കുക. ആ ഒരാൾക്ക് നമ്മളെ കൺവിൻസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ആരാണോ അവരാണ് ഇതിൽ പോകുന്നത്. അവിടെ ആരും റിസർച്ച് നടത്താൻ നിൽക്കില്ല. ഞാൻ ഇത് വളരെ എക്സാക്ട് പോയിന്റാണ് നമ്മളെ സംബന്ധിച്ച്. ഞാൻ എൻ്റെ കൗൺസിലേഴ്സിനോടും അവിനാശ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ സത്യസന്ധമായിട്ട് കാര്യം പറയും. കറക്റ്റ്, സത്യസന്ധമായിട്ട് കാര്യം പറയുമ്പോൾ എല്ലാവർക്കും അത് ദഹിക്കില്ല. എല്ലാവരും വീണ് പോകുന്ന ഈ പറഞ്ഞ പോലെ പരസ്യവാചകങ്ങളിലാണ്. ഉറപ്പാണ് അവിടെ പോയി 100% നമ്മൾ ജോലി തരും. ഞാൻ പറയാറില്ല മോനെ 3 മാസമെങ്കിലും സമയം എടുക്കും. കാരണം ഞങ്ങൾ അസോസിയേറ്റ് ചെയ്യാനുള്ള ഒരു റീസണും അതുകൊണ്ടായിരുന്നു. ആ ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. ഇപ്പം നമ്മളങ്ങനെ ഒരുപാട് അഡ്മിഷൻസോ ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ പരസ്യവാചകങ്ങളോട് ചെയ്യുന്നില്ല. കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയും, ഇന്നതാണ് കാര്യം, ഇന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഇത്ര പേയ്മെൻറ്റുകൾ വരും, ഇത് കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറെ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല, നമുക്കിത് മാറ്റി പറയേണ്ട കാര്യം വരുന്നില്ല. ചില ഏജൻസികൾ കാശ് ആദ്യം വാങ്ങും, എന്നിട്ടാണ് അപ്പോയിൻമെന്റ് കിട്ടണില്ല എന്നുള്ള കാര്യങ്ങൾ പറയാം. നമ്മളിപ്പോൾ പോളണ്ടിന്റെ കേസായിരുന്നു ഫോർ എക്സാമ്പിൾ, അപ്പോയിൻമെന്റ്സിന്റെ സ്ലോട്ടുകൾ. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് ഒരു ഇനീഷ്യൽ സ്റ്റേജ് വാങ്ങേണ്ടി വരും. പക്ഷെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സ്റ്റുഡന്റ്, അതെ, ഒരു ബഡ്ജറ്റ് കൊടുക്കുമ്പോൾ ഒരു പക്ഷേ ഡേറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഈ ബഡ്ജറ്റ് കൂടെ കാണേണ്ടി വരും. അപ്പോൾ നമ്മളത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളത് ആദ്യം പറഞ്ഞില്ലല്ലോ എന്നൊരു ക്വസ്റ്റ്യൻ വരും. ഇതൊക്കെ ചില ഫിക്സഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസസും ചിലപ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു എക്സ്പെൻസസും നമ്മൾ കൊടുക്കും. ഇത് പ്ലാൻ എ, പ്ലാൻ ബി. ഇതൊന്നും നടന്നില്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വരാം. വിസ റിജക്ഷൻ വന്നാലും ഞങ്ങളൊരു കൗൺസിലിംഗ് കൊടുക്കും. വിസ സബ്മിഷൻ കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന് ഞങ്ങളൊരു കൗൺസിലിംഗ് കൊടുക്കും. വിസയുടെ കഴിഞ്ഞ് റിജക്ഷൻ വരാം. ചിലപ്പോൾ കുട്ടികളുടെ മൈൻഡ് സെറ്റ് നമുക്കറിയില്ല, എന്താണ് അത്രയും എക്സ്പെക്റ്റ് ചെയ്ത് വിസ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെല്ലാം ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ അതിനൊരു സ്പെഷ്യൽ കൗൺസിലിംഗ് കൊടുക്കും. റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻ ബീസ് ഇങ്ങനെ ഉണ്ട്. 2 ഓപ്ഷനാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ വേറെ ഓപ്ഷൻസ് നോക്കാം.
അല്ലെങ്കിൽ റീസബ്മിഷൻ വെക്കാം. ഈ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കരിയർ മീൻസ് ഒരു വർഷം പോവാതെ തന്നെ, ഇപ്പോൾ ഒരു വർഷം സെയിം കൺട്രി ആണെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം കൂടെ പോകും, പെട്ടെന്ന് പോകാൻ പറ്റുന്ന കൺട്രീസ് ഓപ്ഷൻസ് നമുക്ക് ചെയ്യാം. അപ്പോൾ അവരും അവരുടെ പാരൻസിനോട് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു വിസയുടെ പാക്കറ്റ് വരുമ്പോൾ VFSന്റെ പാസ്പോർട്ട് വരുമ്പോൾ ഓപ്പൺ ആക്കുന്നതിന് മുന്നേ അവർ പ്രിപ്പയർഡ് ആവും. ഈ ഒരു സംഭവം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പകുതി ടെൻഷൻ ഫ്രീ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റുഡന്റിനോട് ഒരു ഇതിൽ ചോദിക്കാം, ഒരു സ്റ്റുഡന്റിന് ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഏജൻസികളെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇപ്പൊ എറണാകുളത്ത് ഒരു 100-150 ഏജൻസികൾ ഉണ്ടാവും. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ ഇപ്പൊ റെഫറൻസസ് ആണ് എക്സ്പീരിയൻസിനെ ഒരു എക്സ്പീരിയൻസ് കൺസിഡർ ചെയ്യുന്ന റെഫറൻസ് ആണ്. നമുക്ക് എത്ര ആളുകൾ നമ്മളെ റെഫർ ചെയ്യുന്നുണ്ടോ അപ്പൊ അത്രയും നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണ്. കോമൺ ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റുഡന്റ് എങ്ങനെ ഇത്ര ഏജൻസികളെ നിങ്ങളുടെ മാത്രം ഒരു നല്ല ഏജൻസികളെ റിസർച്ച് ചെയ്യണം, അതേ പറ്റുള്ളൂ. കറക്റ്റ് ആണ്. ഇപ്പൊ എന്റെ വൈഫ് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരു A എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏജൻസി, ആ ഏജൻസി വേണ്ടാതെ എന്തുകൊണ്ട് B എന്ന് പറഞ്ഞ ഏജൻസി ചൂസ് ചെയ്യണം? ആ A എന്നുള്ള ഏജൻസി എസ്റ്റാബ്ലിഷ്ഡ് ആണ്, കുറേ ഒരു ക്രോർസ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അവരെ ചൂസ് ചെയ്ത് എന്തുകൊണ്ട് B എന്ന് പറയുന്ന ഒരു ഏജൻസിയെ ചൂസ് ചെയ്യണം. അപ്പോൾ അത് ഇന്നലെ മിനിയാന്നിട്ടാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്നോട് ചോദിച്ചാണ്. അത് കറക്റ്റ് പോയിന്റാണ്. എന്തുകൊണ്ട് അവർ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഈ സ്റ്റുഡൻസ് എങ്ങനെ ഇത്ര ഏജൻസികളെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം, മനസ്സിലാക്കണം എന്നുള്ളതൊന്നും ഇത് അരിയിൽ നിന്ന് മറ്റേ കതിരി തിരിഞ്ഞെടുക്കുക എന്ന് പറയുന്ന അവസ്ഥയിലുണ്ട്. കാരണം അത്രയും ഏജൻസീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയിട്ട് നമുക്കൊരു അതിൽ നിന്ന് ബെസ്റ്റ് വൺ പിക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പ്രോപ്പറായിട്ട് റിസർച്ച് നടത്തണം. റിസർച്ച് നടത്തുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൺസൾട്ടൻസി എത്ര കാലമായിട്ടുണ്ട്, ഒരു ബിൽഡിങ്ങിൽ എത്ര വർഷമായിട്ട് അവിടെ ഉണ്ട്, അവരുടെ സ്റ്റാഫ് കൾച്ചർ എങ്ങനെയാണ്, വർക്കിംഗ് കൾച്ചർ എങ്ങനെയാണ്. ഇപ്പോൾ അവിടെ ഒരു സ്റ്റാഫ് ഒരു 5 വർഷമോ 3 വർഷമോ നിൽക്കുന്ന കമ്പനികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനി നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കമ്പനി ആയിരിക്കും. ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ആണ് ഇമ്പോർട്ടന്റ്. കറക്റ്റ്. ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്. അത് കണ്ടുപിടിക്കുക. ആ ഫാക്ടേഴ്സ് എക്സാക്ട് ആയിട്ട് സ്റ്റുഡൻസിലേക്ക് കൊടുത്താൽ മതി. അതെ. ദെൻ ഒരിക്കലും സ്റ്റുഡൻസ് പോയി റോങ് ആയ ഒരു ഏജൻസി പോകില്ല. സോ ഈ ഫാക്ടേഴ്സുകൾ അവരിലേക്ക് എത്തിക്കാനായിട്ട് ഉള്ള പ്രൊമോഷനോ അതൊക്കെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൂടുതലായിട്ട് വേണ്ടത്. എനിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പല ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാം. ദേ ആർ പുട്ടിങ് സോ മച്ച് ഓഫ് മണി എന്നാണ്. അപ്പൊ നമ്മുടെ റെഫറൻസും കാര്യങ്ങളും അതിൽ സത്യം പറഞ്ഞ മുങ്ങി. നമ്മൾ സ്റ്റുഡൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഷുഗർ കോട്ടഡ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അവർ പറയുന്നതിൽ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ഏജൻസിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ. റിയാലിറ്റി പറയുന്നത് മനസ്സിലാക്കാനുള്ള ഒരു കേപ്പബിലിറ്റി പാരൻസിനും സ്റ്റുഡൻസിനും വേണം. ഇല്ലെങ്കിൽ അതിലേക്ക് വീണുപോകും. നമ്മളെ പോലുള്ള ഏജൻസികൾ സ്റ്റുഡന്റിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം, ഇതൊരു ഷുഗർ കോട്ടഡ് ആയിട്ട് പറയുന്ന പല കാര്യങ്ങളും റീചെക്ക് ചെയ്യാനാണ് എന്നെ പോലുള്ള ക്രിയേറ്റേഴ്സിന്റെ അടുത്ത് സ്റ്റുഡൻസ് വന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ബ്രോ ഇങ്ങനെ ഒരു ഏജൻസി പറഞ്ഞു, ഇത് ജെനുവൻ ആണോ, ഈ കൺട്രിയിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ എമൗണ്ട് ആണോ കോഴ്സ് പോകുന്നത്, ശരിക്കും ഇത്രയൊക്കെ ഏജൻസി ഫീസ് വരുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ ഭൂരിഭാഗം സ്റ്റുഡൻസ് ചോദിക്കുന്നില്ല. ചിന്തിക്കുന്നത് ആ ഇൻഫ്ലുവൻസിനെ മറ്റേ ഏജൻസികൾ കാശ് കൊടുത്ത് അതുകൊണ്ട് വിചാരിക്കുന്ന അല്ല. ഇപ്പൊ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഒന്നും ഇപ്പൊ അത്ര യൂസ്ഫുൾ ആവുന്നില്ല ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. അങ്ങനെ വന്ന ഒരാളൊന്നും ചോദിക്കില്ല. അപ്പൊ നമ്മൾ സ്റ്റുഡൻസിനോട്, എനിക്കിപ്പോ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, നിങ്ങളൊരു ഏജൻസി സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവരെ അറ്റ്ലീസ്റ്റ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജില് ആദ്യത്തെ പോസ്റ്റുകൾ വന്നിരിക്കുന്ന ഇയർ ഏതാണ്, ആ ഡേറ്റ് ഏതാണ്, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ അറിയാൻ പറ്റും അവര് 5 കൊല്ലം ഉണ്ടോ 10 കൊല്ലം മുമ്പ് ഈ ഫീൽഡിലുണ്ടോ. അങ്ങനെയുള്ള ആളുകളെ സെലക്ട് ചെയ്താലേ ഗുണമുള്ളൂ. അങ്ങനെയുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഐഡിയ ഇതുവരെ ആരും സ്റ്റുഡന്റിന് കൊടുക്കാറില്ല. സ്റ്റുഡന്റ് ചോദിക്കണം, വൈ ഐ ചൂസ് യു. അപ്പൊ അങ്ങനെ വന്ന ഒരു മലയാളി ഒരാളോട് ഒരിക്കലും ചോദിക്കില്ല. ചോദിക്കാനുള്ള ഒരു ഗട്സ് വേണം. ചോദിക്കണം കേട്ടോ. കാരണം നിങ്ങൾക്ക് അതിനുള്ള ടീം ഉണ്ടോ, ആക്ച്വലി നിങ്ങൾ ആൾക്കാരെ വിട്ടിട്ടുണ്ടോ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഏജൻസി തുടങ്ങുമ്പോ എനിക്കൊരു ഇതില്ല. ഞാൻ ഏജൻസി മുന്നിൽ കൊല്ലങ്ങളായിട്ടുള്ളതല്ല. പക്ഷെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. പഠിച്ച സമയത്ത് ഞാൻ കൊണ്ടുവന്ന എന്റെ തൊട്ടപ്പുറത്തുള്ള അറിയാലോ, അജിത്ത്, ഗോഡ്വിൻ. അപ്പൊ ഞാൻ വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച ഒരു എക്സ്പീരിയൻസ് നമ്മുടെ കയ്യിലുണ്ട്. അതാണ് എന്റെ ബാക്ക് ബോൺ ആയത്. അപ്പോ ശരി, പുതിയൊരു ഏജൻസിയാണ്, ലെറ്റ്സ് സേ, അവർക്ക് ചെയ്തേക്കണ എക്സ്പീരിയൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള എക്സ്പോഷർ ഉണ്ടോ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾക്ക് എന്താണ്. ഞാൻ ഇപ്പൊ ഒരു വലിയ കമ്പനി SM പറഞ്ഞ പോലെ കമ്പനി അല്ലാതെ എന്നെ എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നു എന്നുള്ള ചോദ്യം മസ്റ്റായിട്ടും ചോദിക്കണം.
നമുക്ക് അവിടെ ഒരു പ്രിവിലേജ് ഉണ്ട്, സെറ്റ് ഓഫ് കമ്മ്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എന്തൊരു എമർജൻസി വന്നു കഴിഞ്ഞാലും സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒരു സെറ്റ് ഓഫ് ആൾക്കാർ നമുക്ക് അതെ, ആ ട്രസ്റ്റ് ആണ് ഫസ്റ്റ് ബിൽഡ് ചെയ്യേണ്ടത് നമ്മൾ. പക്ഷെ ട്രസ്റ്റ് ബിൽഡ് ചെയ്താലും ഈ പറഞ്ഞ റിസർച്ച് നമുക്ക് ഒരിക്കലും നമുക്കൊരു പരിധി വരെ എത്തിക്കാൻ പറ്റുള്ളൂ. ക്രോഡ്സ് മാർക്കറ്റിൽ ഇറക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു 10ൽ കൂടുതൽ ആളുകൾക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് ഇറങ്ങും. ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് മാർക്കറ്റിംഗ് അഡ്വർടൈസ്മെൻറ്റ് മാത്രമാണ് നമ്മളിലോട്ട് ഇപ്പോൾ സ്റ്റുഡൻറ്റിലോട്ട് ഒരു കൺസൾട്ടൻസി എത്തുന്നത്. കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നവർ ചിലപ്പോൾ ഒരു കൂടുതൽ ഫെയിം ആയിട്ടുള്ളൊരു ഫേസ് കാണുമ്പോൾ അവരെ ട്രസ്റ്റ് ചെയ്ത് പോകും. ഒരു നമ്മുടെ മലയാളം മൂവീസിലുള്ള ബിഗ് എംസ് ആണ് നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ്. ആ ഒരു ഫേസ് നമ്മുടെ ഒരു ബ്രാൻഡിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആരും ലെഗസി നോക്കില്ല, ഈ ഫസ്റ്റ് പോസ്റ്റർ ഏതാ നോക്കില്ല, എത്ര സ്റ്റുഡൻസിനെ വിട്ടുണ്ടെന്ന് നോക്കില്ല. അവർ നോക്കുന്നത് എന്താണ്? ദേ ഹാവ് മണി. അവരെടുത്ത് ഓക്കെ ഇത്രയും വലിയ ഫെയിം ആയിട്ടുള്ള ഒരാളെ ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ എത്ര സ്കാം നടക്കുന്നുണ്ട്. വലിയ ഓഫീസർ സ്കാമാണ്. ഇത് മാത്രം ഒരു സ്കാം ഒന്നും ഇപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പറഞ്ഞത്. ഞാൻ ഒരിക്കലും വലിയ ഓഫീസുകൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ബട്ട് അല്ല, ആ വലിയ ഓഫീസ് ഒരു 10 വർഷം കൊണ്ടാണ് ആ വലിയ ഓഫീസ് ഉണ്ടെങ്കിൽ അതൊരു സ്കാം അല്ല. അവര് കപ്പാസിറ്റി ഉണ്ടോ? അതെ, ഇപ്പൊ നമ്മള് 2-3 കൊല്ലത്തേക്ക് ഇപ്പൊ എനിക്ക് കേട്ടാണ് 2-3 കൊല്ലത്തേക്ക് അവർ ബിസിനസ് ഇടുന്നു, അവര് വേണ്ടതൊക്കെ ശേഖരിക്കുന്നു, അത് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പൊ എറണാകുളം ജില്ലയിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി നോക്ക്, ഒരു 10-15 കൺസൾട്ടൻസീസിന്റെ ഏജൻസികളുടെ കേസ് നിലവിലുണ്ടാവും. മന്ത്ലി വരുന്നുണ്ടാവും. കാരണം ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൺസൾട്ടൻസീസ് ഉള്ളത് എറണാകുളത്താണ്. വരുന്നു പൊട്ടുന്നു. ഇതാണ് അതെ. വേറൊരു കേസുണ്ട്, പോലീസുകാരെ ഏറ്റവും വലിയ ശത്രുക്കളും കൺസൾട്ടൻസികളാണ്. നമ്മളെന്തോ വലിയ ഇപ്പൊ ഈവൻ നമ്മുടെ ഭാഗത്താണ് 100% ന്യായം എന്നുണ്ടെങ്കിലും ഞങ്ങൾക്കൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമ്മളെടുത്ത എല്ലാം, പക്ഷെ അവരെന്താ പോലീസിന് ഇത് പറയുള്ളൂ, നിങ്ങളെ ഇഷ്ടംപോലെ പൈസ ഈടാക്കുന്നതല്ലേ, നിങ്ങൾ അത് പറഞ്ഞ് സെറ്റിൽ ആക്കി വിടും. അത് ഓൾറെഡി ആ ഒരു ലാബിൽ വന്നു. ഇപ്പൊ നമുക്കത് ഏജൻസി നടത്തുന്നവർക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് ഇവിടെ. ഏജൻസിയാണ് നടത്തുന്നത്. ഓൻ തട്ടിപ്പ എന്നുള്ളൊരു ഇതാണ്. അവിടെ എന്താണ് ആള് ചെയ്യുന്നത് കറക്റ്റ് ഇതും ആ ഒരു നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ആളുകൾ അങ്ങനെ ഇപ്പൊ നമ്മൾ ആദ്യം തുടങ്ങിയ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാറ്റാന്നുള്ളത് ഇപ്പോൾ ഞാനോ പശുവിനോ അനന്തോ ഒരു തേജസ്സോ വിചാരിച്ചോ നടക്കില്ല. നമ്മളത് ഗ്രാജുവലി മാറും. പിന്നെ ഓരോ ബ്രാൻഡായിട്ട് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് മാറും. ഇപ്പോൾ നമ്മളെ ഇപ്പോൾ ഈ ഒരു നീറ്റ് കോച്ചിങ് സെൻറ്റേഴ്സ് കാലങ്ങളായിട്ട് പാലയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, വർഷങ്ങളായിട്ട് അവരുണ്ട്. അതിനെ ബീറ്റ് ചെയ്തുകൊണ്ട് വേറൊരു ആൾ വരുമ്പോൾ അത് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതുകൊണ്ടാണ്, അത് ബ്രാൻഡ് വാല്യൂ വന്നതുകൊണ്ടാണ്. അതിലേക്ക് വന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അത്ര ഹ്യൂജ് ആയിരുന്നു. അവർക്ക് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കേരളമല്ല, സൗത്ത് ഇന്ത്യ അല്ല, ഓൾ ഇന്ത്യ ലെവലിൽ ബൈജൂസ് വരെ പോകാൻ പറ്റുന്നില്ല, പറ്റായിക്കൂടായില്ല. പക്ഷെ അവരെത്തും. അത് വന്നത് എന്താ, ഷോർട്ട് പീരീഡിൽ അവർക്ക് വന്ന അവരുടെ പ്രോപ്പർ സ്ട്രാറ്റജി വർക്കൗട്ട് ആയതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ഇത്രയും കാലങ്ങളായിട്ട് ഒരു ലെഗസി ഉണ്ടായിരുന്ന ഓൾറെഡി ഒരു വലിയൊരു ഒരാൾ അവിടെ ഉണ്ട്. ഒരു ടോപ്പ് 1ൽ നിൽക്കുമ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. അത്രയും വേണ്ട, വെറും 1000 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ് കൺസൾട്ടൻസി. ഒരാളെ വെച്ചിട്ടും ജസ്റ്റ് ഒരു ലൈസൻസ് എടുത്ത് തുടങ്ങാൻ പറ്റുന്നതാണ്. ഈ ഒരു പഞ്ചായത്ത് ലൈസൻസ് അങ്ങനെയൊക്കെ എടുത്തത് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ കോഴ്സസിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഇന്ന കോഴ്സ്, ഇന്ന കാര്യങ്ങൾ, സ്കോപ്പ്, ഓപ്പർച്യൂണിറ്റി. നമുക്ക് നിലവിൽ അബ്രോഡ് ഏത് കോഴ്സ് എടുത്താലാണ്, ഇപ്പോൾ നമുക്കൊരു 3 കാറ്റഗറി സ്റ്റുഡൻസ് വരികയാണ്. ഒരാൾ മെഡിക്കൽ, ഒരാൾ ടെക്നിക്കൽ, ഒരാൾ മാനേജ്മെൻറ്റ്. ഈ 3 കാറ്റഗറി സ്റ്റുഡൻസിനോട് നമുക്ക് ഇന്ന കോഴ്സ് എടുത്താലാണ് ഇപ്പോൾ അബ്രോഡ് എഡ്യൂക്കേഷൻ നോക്കുന്നവർക്ക് നല്ലതായിരിക്കാം, അങ്ങനെ പറയാൻ പറ്റുന്ന ഏതെങ്കിലും കോഴ്സ് ഉണ്ടോ? ഉണ്ട്. നഴ്സിംഗ് എല്ലായിടത്തും സ്കോപ്പാണ്. മെഡിക്കൽ എടുക്കുകയാണെങ്കിൽ നഴ്സിംഗും കെയറും ഇത് രണ്ടും എല്ലായിടത്തും വേണം. മാനേജ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ, അത് നല്ലൊരു ഓപ്ഷനാണ്. പ്രൊജക്ട് മാനേജ്മെന്റ് എല്ലായിടത്തും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ടെക്നിക്കൽ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട്, അതായത് കോർ സബ്ജക്ട്സ് എടുക്കുന്നവർക്ക് ടെക്നിക്കൽ, മാനുഫാക്ചറിങ്, പിന്നെ മെയിൻ്റനൻസ്, പിന്നെ എന്തൊക്കെയാ വരുന്നത്. പഠിച്ചവരൊക്കെ ടെക്നിക്കൽ കോഴ്സ് എടുക്കാറുണ്ട്. അവര് ആദ്യം ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് അവിടെ കോറായിട്ട് സ്ട്രോങ് ഹോൾഡ് നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങൾ കോർ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടോ? ഈ ഐഡിയാസോ അതല്ലെങ്കിൽ ഇത് ഇപ്പൊ മെക്കാനിക്കൽ തന്നെ ക്യാഡ്, ആൻസിസ്, ഒത്തിരി സോഫ്റ്റ്വെയർസ് ഉണ്ട്. ടൂൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ?
പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര നാൾ നിങ്ങൾ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇതേപോലുള്ള ഐഡിയാസ് ഉണ്ടോ എന്നുള്ളത് ഈ സ്റ്റുഡൻസ് തന്നെ സ്വന്തമായി ചെക്ക് ചെയ്യുക. സോ അല്ലാത്ത രീതിയിൽ അവർ എന്ന് എത്ര വലിയ ഏത് തന്നെ യൂണിവേഴ്സിറ്റിയിൽ പോയി ടെക്നിക്കൽ കോഴ്സ് എടുത്താലും വെരി ഡിഫിക്കൽട്ട് ആണ്. അതുപോലെ ഇവിടുത്തെ എക്സ്പീരിയൻസ് അവിടെ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ പോലും കുറഞ്ഞത് ഒരു 5-6 വർഷം എക്സ്പീരിയൻസ് ഇവിടെ ഉണ്ടാവണം അവിടെ പോയിട്ട് എക്സ്പീരിയൻസ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്നാലേ നമുക്ക് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഡയറക്റ്റ് എവിടെയെങ്കിലും കയറാൻ പറ്റും. പക്ഷെ നേഴ്സുമാർക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ലാംഗ്വേജ് അറിയാമെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഹൈലി പെയ്ഡ് ആണ് നേഴ്സുമാർക്ക്. ഇവിടെ എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു 40,000 രൂപ വരെ ഇന്ത്യയിൽ കിട്ടും സാലറി. അവിടെ സ്റ്റാർട്ടിംഗ് സാലറി 2.5 lakh above ആണ്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് വെച്ചിട്ട് വരുന്നത് മാൾട്ടയാണ്. മാൾട്ടയിൽ 95% മാൾട്ടയിലെ നഴ്സുമാരും, ഞാൻ 1.5 വർഷം മാൾട്ടയിലുണ്ടായിരുന്നു, 95% നഴ്സുമാരും മലയാളികളാണ്. ഞാൻ പറയുന്നത് മലയാളികളാണ്. ആൻഡ് അയർലൻഡ് എടുത്തോ UK എടുത്തോ ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൽ നഴ്സുമാരുണ്ട്. ന്യൂസിലാൻഡ് എടുക്കുക, അവിടെ നഴ്സുമാരാണ്. ജർമ്മനിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് മൈഗ്രേറ്റ് ചെയ്യുന്ന ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് അവിടെ പോയി നഴ്സിംഗ് പഠിക്കാനും നേഴ്സായിട്ട് വർക്ക് ചെയ്യാനുമാണ്. നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് അറിയാമെങ്കിൽ ഓസ്ട്രേലിയയിലും ജർമ്മനിയിലും നഴ്സ്. എൻ്റെ പേഴ്സണൽ അറിയാൻ തന്നെ 2000+ വേക്കൻസീസ് ഓസ്ട്രേലിയയിൽ നഴ്സുമാർക്കുണ്ട്. അത് എടുക്കാൻ അവർ റെഡിയാണ്. പക്ഷേ ജർമ്മൻ ലാംഗ്വേജ് അറിയണം, B2 ലെവൽ അറിയണം. പക്ഷേ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പൊ ബ്രോ പറഞ്ഞ പോലെ ഏത് കോഴ്സ് എടുക്കണം എന്ന് നോക്കുന്ന സ്റ്റുഡൻസിന് വെറുതെ കയറാം, എയോട് ചോദിക്കാം, 10 കൊല്ലം കഴിഞ്ഞാലും എനിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ജോലികൾ ഏതാന്നുള്ള അവർ പറഞ്ഞു. റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തത് ചോദിക്കണം. ഇങ്ങനെ നോക്കിയപ്പോ പറഞ്ഞാണ് ഡോക്ടേഴ്സിന് പ്രശ്നമൊന്നുമില്ല, നഴ്സസിന് പ്രശ്നമില്ല, റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ എക്ക് ഡാറ്റ എന്തെങ്കിലും കൊടുത്താൽ റിസർച്ച് ചെയ്യാൻ പറ്റില്ല ആൾക്കാർ കുഴപ്പമില്ല. സോഷ്യൽ വർക്കേഴ്സ്, അക്കൗണ്ട്സ് ജോബ് ഒരിക്കലും എടുക്കരുത്. അക്കൗണ്ട്സ് ജോബ് പോയി ഡെഡ് ആവാൻ പോവാണ്. ഒരു 3 വർഷം കൊണ്ട് എല്ലാം. സോഷ്യൽ വർക്കേഴ്സ്, ഷെഫ്, അതുപോലെ ടെക്നീഷ്യൻസ് ഒരു പരിധി വരെ. കാരണം പിന്നെ മാനേജേഴ്സിന് ഉണ്ട് ആക്ച്വലി ക്രിട്ടിക്കൽ തിങ്കിങ്ങും അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് ഒന്നും എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. മനുഷ്യന്റെ മനസ്സിൽ കൂടെ ഇത്ര ഇതുപോലെ തന്നെ എനിക്ക് ഫീഡ് ചെയ്ത് വെച്ച കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരുള്ളൂ. നമ്മുടെ AI മാനേജ് ചെയ്യണം, അതിനും മാനേജേഴ്സ് വേണം, മാനേജ്മെന്റ് അതിനും വേണം. പിന്നെ ഈ പറയുന്ന നഴ്സിംഗ് എബ്രോഡ് പഠിക്കണമെന്നൊന്നുമില്ല, ഇവിടെ നാട്ടിലും പഠിക്കാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എല്ലാവരും നാട്ടിൽ പഠിക്കുമ്പോ ഇപ്പം നാട്ടിൽ കിട്ടുന്ന ഒരു നിങ്ങൾക്ക് അവിടെ അബ്രോഡ് കിട്ടുന്ന ഒരു എക്സ്പോഷർ അല്ല ഇവിടെ കിട്ടുന്നത്. ഇവിടെ കിട്ടുന്ന ഒരു പേഷ്യൻസ് എക്സ്പോഷർ ഉണ്ട്. അത് അബ്രോഡ് ഒരിക്കലും കിട്ടില്ല. കാരണം നമ്മളെ നാട്ടിലില്ലാത്ത രോഗങ്ങള് പേഷ്യൻസ് ആണ് എല്ലാ ഹോസ്പിറ്റലിലും. അത്രയും പോപ്പുലേഷൻ ഉണ്ട് ഇവിടെ. അവിടെ അത് കിട്ടും. ഇവിടെ റിയൽ പേഷ്യൻസിനെ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ബൊമ്മകളിലാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇവിടെ BSc നഴ്സിംഗ് കഴിഞ്ഞ ഒരാൾക്ക് അവിടെ ജോലിക്ക് പോകാം. ഇനി അതല്ല അവിടെ നഴ്സിംഗ് പഠിക്കാൻ പോകുന്നവർക്ക് ഇതേ എക്സ്പെൻസിൽ ഇതിനെക്കാട്ടിലും ചീപ്പായിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഈ പറഞ്ഞ ജോർജിയയിലും ലിത്വാനിയയിലും പോളണ്ടിലും ഒക്കെ ഉണ്ട്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ അവിടുത്തെ ലാംഗ്വേജ് പഠിക്കേണ്ടി വരും. അതാണ് മാറ്റർ. ആഫ്റ്റർ ഓൾ ഇപ്പൊ ഒരു പാഷനും ഇല്ലാത്ത ആൾക്കാണ് നമ്മൾ ഇത് കൊടുത്തേക്കണേ. സപ്പോസ് നിങ്ങൾക്കൊരു കാര്യത്തിനോട് റിയലി ഒരു പാഷൻ ഉണ്ടെങ്കിൽ അതെങ്ങനെ പാഷൻ തിരിച്ചറിയാന്നുള്ളൊരു സ്റ്റഡി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ലോകത്ത് ഒറ്റയ്ക്കാവാം. ഓക്കെ, ആ ലോകത്ത് ഒറ്റയ്ക്കാവുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ പാഷൻ എന്താ പറയാ. സോ നമുക്ക് എന്തെങ്കിലും ഫുട്ബോളിനോടാവും ചിലർക്ക് ആരാധന, അല്ലെങ്കിൽ പെറ്റിനോടായിരിക്കും അവരെ നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ മടുത്തിട്ടില്ലെങ്കിൽ ആ കോഴ്സ് എടുക്കാനാ പറയാ. അതിപ്പോ എത്ര വന്നാലും പാഷൻ തന്നെയാണ് ഒരു വടി മുന്നിൽ നമ്മൾ നിൽക്കാൻ പറ്റും. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊരു ഡിസിഷനും ഇല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ, നിങ്ങൾ വെറുതെ 2 ദിവസം നിങ്ങളെ റൂമിൽ അടച്ചിടുമ്പോൾ നിങ്ങൾക്ക് പാട്ട് പാടാനായിരിക്കും തോന്നുന്നുണ്ടാവുക. അതായിരിക്കും നിങ്ങളെ സന്തോഷിപ്പിക്കുക. അതാണ് നിങ്ങളുടെ പാഷൻ. എന്തോരം ബുദ്ധി. അപ്പൊ ഞാൻ ഒരിക്കലും പറയാം, അപ്പൊ നമ്മളിപ്പോ അതാണ് ശരിക്കും റിയാലിറ്റി എന്ന് പറയുമ്പോൾ. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥലത്ത് പോയിട്ട് അടച്ചിരിക്കുക, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു ഫ്രീ ആയിട്ട്, അതിലേക്കുള്ള കോഴ്സുകൾ ഞങ്ങൾ സജസ്റ്റ് ചെയ്ത് തരാം. പിന്നെ ബ്രോ വേറെ കാര്യം, മാനേജ്മെന്റിന്റെ കാര്യം. നമ്മൾ പുറത്ത് പോയി MBA പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും എല്ലാവരും ചോദിക്കുന്നുണ്ട്. കിട്ടാൻ പാടാ. MBA പഠിച്ചതുകൊണ്ട് ആർക്കും ജോലി കിട്ടില്ല. MBA എന്നുള്ള വേർഡ് തന്നെ സ്കാമാണ്. കാരണം ഏറ്റവും കൂടുതൽ ജോലി ഇല്ലാത്ത ഇന്ത്യയിൽ തന്നെ MBA ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ളവരുടെ ഒരു ഹിസ്റ്ററി എടുത്താൽ തന്നെ 10% പേര് മാത്രമേ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. ജോലി കിട്ടും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ MBA പഠിക്കുന്ന കാര്യം ഫോക്കസ്ഡ് ആയിരിക്കണം. നമ്മൾ ഈ നേരത്തെ ഏജൻസികൾ ചൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞ പോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ MBA പഠിക്കണം. കാരണം അവരുടെ കോഴ്സ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. ആൻഡ് അങ്ങനെ നല്ല യൂണിവേഴ്സിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് ഇൻഡസ്ട്രിയൽ എക്സ്പോഷേഴ്സ് നമുക്ക് തരും. നമുക്ക് ഇന്റേൺഷിപ്പുകൾ അവർ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും. ആൻഡ് ഇൻഡസ്ട്രീസ് അവരുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നിട്ട് പ്രോപ്പർ ഗ്രാജുവേറ്റഡ് MBA സ്റ്റുഡൻസിനെ അവർ ഇന്റേൺഷിപ്പുകൾക്ക് അവിടേക്ക് വിളിക്കും, ഇൻഡസ്ട്രിയൽ എക്സ്പോഷേഴ്സിന് വിളിക്കും, ബിസിനസ് എക്സ്പോകൾക്ക് വിളിക്കും. അങ്ങനെയുള്ളിടത്തു നിന്ന് നമുക്കൊരു ബ്രേക്ക് ത്രൂ കിട്ടും. ഇനി ഇതെല്ലാം പോട്ടെ, നമുക്ക് പ്രോപ്പർ ആയിട്ട് MBA, ഞാൻ പറഞ്ഞ പ്രോപ്പർ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ബിസിനസ് പഠിക്കുക, ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ ഇന്റർനാഷണലി നമുക്ക് ബിസിനസ് ചെയ്യാം.
ഇന്ത്യയിൽ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ ചീപ്പും വളരെ ഈസി, ഭയങ്കര ഗവൺമെന്റ് സപ്പോർട്ടുമാണ് എബ്രോഡ് ബിസിനസ് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഇവിടുന്ന് എനിക്ക് അവിടെ ബിസിനസ് ചെയ്യണമെന്ന് ഫോക്കസ് ചെയ്ത് അവിടെ വന്ന് ബിസിനസ് പഠിച്ച് ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ UK ബിസിനസ് രജിസ്റ്റർ ചെയ്യാൻ എത്ര UK മാർക്കറ്റ് മോശം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ബിസിനസ് മാർക്കറ്റ് UK ആണ് ഇപ്പോഴും. 50 പൗണ്ടും ഒരു അരമണിക്കൂർ ടൈമും ഉണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് എ ബിസിനസ് ഡെയർ വിത്ത് ഓൾ ദ ഗവൺമെന്റ് ഫെസിലിറ്റീസ്. അവർ ലോണ് കാര്യങ്ങളെല്ലാം അവർ തന്നെ സെറ്റ് ചെയ്തിട്ട് ഒരു എൻകറേജിങ് ആണ്. യൂറോപ്പിലും അതുപോലെ തന്നെ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അത് അതിനെ പറ്റിയിട്ട് നല്ല ധാരണ ഉണ്ടാവണം. ആൻഡ് ഈ മോസ്റ്റ് ഓഫ് ദീസ് യൂണിവേഴ്സിറ്റീസ്, മാനേജ്മെന്റ് യൂണിവേഴ്സിറ്റീസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ ഇൻക്യുബേഷൻസിൽ സ്റ്റുഡന്റിന് ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇന്ത്യയിലെ അവിടുത്തെ ബിസിനസ്സും കൂടെ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇന്നോവേഷൻ ഇൻക്യുബേറ്റേഴ്സിലാണ്. അതെ, സോ ഒത്തിരി യൂണിവേഴ്സിറ്റീസിന് ഉണ്ട് ഇന്നോവേഷൻ ഇൻക്യുബേറ്റേഴ്സ്. അതിന് അവരുടെ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യണമല്ലോ. ഈ പറഞ്ഞ QS വേൾഡ് റാങ്കിങ്ങും സംഭവങ്ങളൊക്കെ അവർക്ക് മീറ്റ് ചെയ്യണം. അപ്പൊ അതിൽ ഇത്ര സ്റ്റുഡൻസ് എന്തുവാ അവിടുന്ന് പ്രാക്ടിക്കൽ എക്സ്പോഷറിലേക്ക് എത്തണമെന്ന് നിർബന്ധമുണ്ട് അവർക്ക് ഈ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ. അല്ലാതെ അവിടെ വെറുതെ പിള്ളേർ വന്ന് പഠിച്ചിറങ്ങിയോണ്ട് ഒരിക്കലും അവർക്ക് അവരുടെ റാങ്കിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. സോ അവർ സപ്പോർട്ടിങ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റിന് സെയിം എഫേർട്ടിന് അവിടെ ഒരു 10x 20x ടൈംസ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്ന പ്രോഫിറ്റ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഇടുന്ന എഫേർട്ട് തന്നെ അവിടെ ഇടുകയാണെങ്കിൽ കിട്ടുന്ന റിട്ടേൺസ് ഭയങ്കര ഡിഫറെന്റ് ആണ്. UAE ഇപ്പോഴും ഒരു ഹബ്ബായിട്ട് ഇരിക്കുന്നത് അതുകൊണ്ടാണ്. അല്ല, എല്ലാ രാജ്യത്തിന്റെയും നട്ടലെന്ന് പറഞ്ഞ നല്ല ബിസിനസ് ആൾക്കാരാണ്. അതെ, നമ്മളെപ്പോലുള്ള ആൾക്കാർ. വാട്ടവർ എന്ത് പറഞ്ഞാലും. പക്ഷെ ഈ ബിസിനസ്സുകാർ പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ പോലുള്ള ആൾക്കാർ വേണം ഇത്. ഞാൻ പറഞ്ഞത് ബിസിനസിന്റെ കോർ ഫിലോസഫി എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന്റെ അത് സസ്റ്റൈനബിലിറ്റി തന്നെയാണ്. അത് എന്ത് പറഞ്ഞാലും ആ ഒരു തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും. അപ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമ്മൾ എംപ്ലോയബിലിറ്റി കുറച്ച് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ചെയ്യാന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പ്രകാരം അപ്പോൾ എങ്ങനെയായിരിക്കണം ഒരു സ്റ്റുഡൻറ് എബ്രോഡ് എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യേണ്ടത്? എന്തെല്ലാം ബേസിസിലായിരിക്കും? ഓക്കെ, സോ എനിക്ക് ഇത് മാനേജ്മെന്റ് ടെക്നിക്കൽ ആ രണ്ട് സൈഡിൽ നിന്ന് മാത്രം പറയാം. കാരണം എൻ്റെ ഇവിടുത്തെ പ്രീവിയസ് എഡ്യൂക്കേഷൻ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബിടെക് ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവരായിരിക്കും കൂടുതൽ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന കൂടുതൽ ആൾക്കാരുണ്ടാകും. സോ ബിടെക് കഴിഞ്ഞ ആളുകൾ ടെക്നിക്കൽ എടുക്കണോ മാനേജർ എടുക്കണോ എന്നുള്ളത് വലിയൊരു ആ ഒരു ഡിസിഷൻ എടുക്കേണ്ട പോയിന്റ്, ആ മൊമെന്റ് തിരിച്ചറിയാൻ എന്നൊരു വലിയ കാര്യമാണ്. എല്ലാ ഫീൽഡിലും, എല്ലാ ബിടെക്കിന്റെ ഫീൽഡിലും മാനേജ്മെന്റ് ഉണ്ട്. ഇപ്പൊ മെക്കാനിക്കൽ ഞാൻ പറയാം, നിങ്ങൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് കേട്ടിട്ടുണ്ടോ? അത് മാനേജ്മെന്റ് സൈഡാണ്. മെക്കാനിക്കലില് അതെ, ഇപ്പൊ ഞാൻ കോഴ്സ് അതാണ് പഠിച്ചത്. മെക്കാനിക്കലിലെ എക്സാക്ട് ടെക്നിക്കൽ സൈഡ് ഈസ് ഡ്രോയിങ്. നമ്മളിപ്പോ ആ ഒരു മെഷീൻ ക്രിയേറ്റ് ചെയ്തു, അതിന്റെ വർക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ടെക്നിക്കൽ. ബട്ട് ആ മെഷീൻ വർക്ക് ചെയ്യാൻ എത്ര ലേബർ വേണം, എത്ര ഇൻകം വേണം, അല്ലെങ്കിൽ എത്ര മണി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ എക്സാക്ട് മാനേജ്മെന്റ് സൈഡ്. അത് തിരിച്ചറിയുന്നത് പ്രൊഡക്ഷൻ എഞ്ചിനീയറും ഇൻഡസ്ട്രി എഞ്ചിനീയറും ഇതെല്ലാം എല്ലാ കമ്പനിയിലും വേണ്ടതാണ്. സോ അതാണ് ടെക്നിക്കല്. സോ ടെക്നിക്കലും മാനേജ്മെന്റ് സൈഡും ഉണ്ട് എല്ലാ ബിടെക് കോഴ്സുകളിലും. ഇപ്പൊ സിവിൽ എടുത്താലും എഞ്ചിനീയർമാരെല്ലാരും ഇപ്പൊ ബാങ്കിലാണ്. ഇപ്പൊ CSE തന്നെ പ്രൊജക്ട് മാനേജർ എന്ന് പറഞ്ഞ എഴുത്തുണ്ട്. ഇപ്പൊ എടുക്കുന്ന ആളുകളൊക്കെ വളരെ ഹയർ സാലറിയിൽ അക്സെഞ്ചറിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അത് CS-ന്റെ എക്സാക്ട് മാനേജ്മെന്റ് സൈഡാണ്. അത് മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു രണ്ട് ഏരിയ ഉണ്ടെന്ന് പോലും നമ്മുടെ ഇവിടെ മിക്ക ബിടെക് സ്റ്റുഡന്റിന് അറിഞ്ഞുകൂടാ. എല്ലാ ഫീൽഡിലും രണ്ട് സൈഡുണ്ട്, ടെക്നിക്കൽ ആൻഡ് മാനേജ്മെന്റ്. സോ നിങ്ങൾക്ക് കോഴ്സുകൾ ചെക്ക് ചെയ്യാൻ നേരത്ത് അവിടെ എല്ലാ കോഴ്സുകളുടെ ഏറ്റവും അവസാനം മാനേജ്മെന്റ് എന്നൊക്കെ കൂട്ടി എഴുതിയിട്ടുണ്ടെങ്കിൽ ദെൻ യെസ്. ഇപ്പൊ ഇൻഡസ്ട്രി എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് RTIലുള്ള കോഴ്സാണ്. ഇപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ് തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ്, ഡുവൽ സ്പെഷ്യലൈസേഷൻ ആണ്. മാനേജ്മെന്റ് എന്നുള്ള സ്പെസിഫൈ ചെയ്ത് അവർ പറഞ്ഞിട്ടുണ്ടാവും. ദെൻ മാനേജ്മെന്റിലേക്ക് ചൂസ് ചെയ്യാം. പിന്നെ ചിലർക്ക് ടെക്നിക്കൽ സൈഡിൽ തന്നെ നിൽക്കാനായിരിക്കും താല്പര്യം. അപ്പൊ അങ്ങനെയുള്ളവർ ടെക് നിൽക്കണം. കാരണം കുറച്ച് പേർക്ക് ലോജിക്കലായിരിക്കും ഇത്, ചിലർക്ക് ക്രിയേറ്റീവ് സൈഡ് ആയിരിക്കും. അത് ചൂസ് ചെയ്യാം. എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് സ്റ്റഡി എബ്രോഡ് എന്ന് പറയുന്ന സാധനം അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്യണം. എൻ്റെ നിശ എന്താണ്, അല്ലെങ്കിൽ എനിക്ക് എന്താ ഇൻട്രസ്റ്റ്, നേരത്തെ പറഞ്ഞ പോലെ പാഷനെ ഐഡന്റിഫൈ ചെയ്യുക. ആ പാഷൻ എന്താണ്, അതുമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്ന എന്താ, അത് നോക്കണം. ഇപ്പം ഞാൻ ഇച്ചിരി ഒന്ന് എലാബറേറ്റ് ചെയ്യാണ്. കുറേ സ്റ്റുഡൻസ് ഇടയ്ക്ക് വെച്ചിട്ട് സ്റ്റഡീസ് ഡ്രോപ്പ് ചെയ്യും. കാരണം വേറെ എവിടെയെങ്കിലും വർക്ക് വിസ കിട്ടി, അല്ലെങ്കിൽ സീസണൽ ജോബ് കിട്ടി, ഫാക്ടറി ജോബ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റഡീസ് ഡ്രോപ്പ് ചെയ്ത് പോകും. അവിടെ അവർക്ക് ഒരു 1000, 1500, 2000 euro സാലറി കിട്ടും. പക്ഷെ ഒരു ഓവർ ടൈം കഴിയുമ്പോൾ ചിലപ്പോൾ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. പിന്നെ അവർക്ക് വേറെ എങ്ങും കയറാൻ പറ്റില്ല. കാരണം അവർ വന്ന പർപ്പസ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. യൂറോപ്യൻ ഡിഗ്രി ഇല്ല, ഈവൻ ഒരു ഡിപ്ലോമ പോലും അവിടുത്തെ ഉണ്ടാവില്ല, ചിലപ്പോൾ നാട്ടിലേ ഉണ്ടാവില്ല. സോ അവർക്ക് വേറെ അടുത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതും ഓട്ടോമാറ്റിക്കലി റിവേഴ്സ് മൈഗ്രേഷനിൽ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്ത് നാട്ടിൽ വരേണ്ടി വരും. അങ്ങനെ ഒരുപാട് പേർക്ക് പറ്റിയിട്ടുണ്ട്.
അപ്പൊ നമ്മൾ പോകുന്ന ഫോക്കസ് അത് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ അത് ഒരുപാട് പേര് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കരിയർ നമ്മൾ വിടാൻ പാടില്ല. നമ്മൾ എന്ത് പാത്തിലാണോ വരുന്നത്, കരിയർ സ്വിച്ച് ചെയ്താൽ പോലും അതിന് റിലവന്റ് റീസൺസ് ഉണ്ടാവണം. നമ്മുടെ റെസ്യൂമേൽ അതെല്ലാം മാറ്റർ ആണ്. ജോലി നോക്കാനാണെങ്കിലും ബിസിനസ് നോക്കാനാണെങ്കിലും ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് തന്നെ പോവുക. ഫോക്കസ്ഡ് ആയിട്ട് പോയ കാര്യം തീർക്കുക. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ഒരു വൈൻഡപ്പ് ചെയ്യാനുള്ളത്, നാട്ടിലേക്ക് തിരിച്ചു വന്ന ആൾക്കാർ അവിടെ ജോലിയൊന്നും കിട്ടിയില്ലേ തിരിച്ചു വന്നു എന്ന് പറയണേ. ആക്ച്വൽ റീസൺ അതാണ്. ആക്ച്വൽ ചിലപ്പോൾ കോഴ്സ് കംപ്ലീഷൻ ആയിരിക്കും, ചിലപ്പോൾ നമ്മളെ പുറത്താക്കിയതായിരിക്കും. ഇതുകൊണ്ട് തന്നെ നാട്ടിൽ ഇപ്പോൾ പോയി പഠിക്കുന്നത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിന്റെ പോലെയാണ് ഇപ്പൊ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരിച്ചു വരുമ്പോൾ അതിന്റെ ആക്ച്വൽ റീസൺ ആൾക്കാർ പറയുന്നില്ല. ചിലപ്പോൾ അവൻ ഉറപ്പിട്ടായിരിക്കും. അത് മാത്രമല്ല, ഇവിടുന്ന് പോകുന്ന മിക്ക ആളുകളും അവിടെ ചെന്ന് മറ്റ് കേസുകൾ ഉണ്ടാകുന്നുണ്ട്. മറ്റുള്ള ആളുകൾക്ക്, അവിടുത്തെ ആളുകൾക്ക് ഇപ്പൊ ലാറ്റ്വിയയില് ഒത്തിരി നെഗറ്റീവ് സ്പ്രെഡ് വരുന്നുണ്ട്. അവിടുത്തെ ആളുകൾ ചിലപ്പോൾ ഇന്ത്യൻസിന് ഇഷ്ടപ്പെടാത്തവരുണ്ട്. ഇനി ഒരു പോഡ്കാസ്റ്റിന് ഒരു അവസരം കിട്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട പോയിന്റ്സ് അതാണ്. ഇപ്പൊ റീസെന്റ് ഒരു പയ്യൻ ചെയ്തൊരു കാര്യം ഇങ്ങനെ നോക്കി അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആക്ച്വലി ഞങ്ങൾ കുളിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. ആക്ച്വലി നമ്മുടെ അത് നമുക്ക് എല്ലാം കാണാൻ പറ്റും. നമ്മൾ നോക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ മിക്സഡ് ഹോസ്റ്റൽസിലാണ് നിൽക്കുന്നത് ആൻഡ് മിക്സഡ് ബാത്റൂംസ് ആണ്. നമുക്ക് ചിലപ്പം അവിടെ പലതും യൂറോപ്യൻസ് ആണെങ്കിലും ഇപ്പൊ ഒരുവിധം സെക്സ് എഡ്യൂക്കേഷൻ സ്കൂൾ ലെവലിൽ കൊടുക്കുന്നുണ്ട്. സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഒന്നും ഇല്ല, നമുക്കാണുള്ളത്. ഇപ്പൊ ഈ പറഞ്ഞ അവരുടെ കൾച്ചറിലേക്ക് എത്തി എന്നുള്ള ഒരു ബോധം നമ്മള് ചിലപ്പോ ഡ്രസ്സിംഗിൽ മാത്രമേ ഉള്ളൂ, മൈൻഡ് സെറ്റിൽ വന്നിട്ടില്ല. ഇന്ത്യ കാണിക്കുന്ന കൾച്ചർ അവിടെ ചെന്ന് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പലയിടത്തും വെറുപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പല കൺട്രീസിലും അവിടുത്തെ ഫോറിനേഴ്സിന് നമ്മളെ ഇഷ്ടമല്ലാതെ നെഗറ്റീവ് ഹെയ്റ്റ് വരുന്നുണ്ട്. ഈ ഹെയ്റ്റ് വരാനുള്ള കാര്യം നമ്മൾ ഇവിടെ കാണിക്കുന്ന കാര്യം അതിലും വൾഗറായിട്ട് അവിടെ പോയി എന്തോ ഭയങ്കര പ്രൗഡായിട്ടാണ് കാണിക്കണേ. ഇപ്പൊ ചില ആളുകൾ റീൽസ് ഒക്കെ കണ്ടില്ലേ, ഞങ്ങള് മറ്റേ അവിടുത്തെ കുക്ക് ചെയ്യാൻ നേരത്ത് സ്മെല്ലും പുകയൊക്കെ വന്നിട്ട് സൈറൻ അടിക്കുന്നത്, അത് മറ്റേ പീക്ക് ചെയ്യുന്ന രീതിയിൽ റീൽസ് ഉണ്ടാക്കിയിടുന്നത്. അത് അവർ പോസിറ്റീവ് അടുത്തെടുത്ത് റീൽ ചെയ്യുന്നുണ്ട്. റീസെന്റ് ഇപ്പൊ ഇന്നലെ കണ്ട ലൈക്ക് വീഡിയോ ആയാലും എന്തോ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനെ ലൈക്ക് അത് വലിയ സംഭവമാണ്. അതൊരു അച്ചീവ്മെന്റ് ആണെന്ന് കാണിക്കുന്നത്. അത് അച്ചീവ്മെന്റ് പോലെ കാണാതെ ഇപ്പൊ എനിക്ക് ഇന്ത്യൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അവിടുത്തെ എല്ലാ ബസ്സുകളും ക്ലോസ്ഡ് ആണ്, AC ഇതുപോലെയാണ്. സോ എല്ലാം ക്ലോസ്ഡ് ആയ ബസ്സുകളാണ്. ഈ ചില ഇന്ത്യൻസ് കയറാൻ നേരത്തെ അവർ ജാക്കറ്റ് ആകുന്ന ഒരു സ്മെല്ല് അടിക്കും. അതായത് അവരുടെ ഫുഡിന്റെ സ്മെല്ല്. ഇന്ത്യൻ നമ്മൾ സ്പൈസസ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. ആ സ്മെല്ല്, ഈ അടുക്കളയിൽ നിന്ന് പറഞ്ഞ സ്മെല്ല് നമ്മുടെ അവിടുത്തെ എല്ലാ തുണിയിലൊക്കെ പിടിക്കും. അത് അവരുടെ ജാക്കറ്റ് അതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെ കറി പീപ്പിൾ എന്നാ പലയിടത്തും വിളിക്കുന്നത്. ഇന്ത്യൻസിനെ കറി നമുക്ക് കേൾക്കുമ്പോൾ ഇറിറ്റേഷൻ തോന്നും, പക്ഷെ നമ്മളായിട്ട് വരുത്തി വെച്ചതാണ് ഈ സാധനം. ഉണ്ടാക്കിയതാണ്. അത് അവർക്കൊന്ന് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാനുള്ള ഐഡിയ അവർ തന്നെ ചെയ്യണം. കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ജാക്കറ്റ്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുവരണം. കിച്ചണിൽ നിന്ന് കുറച്ച് മാറ്റി ഒരു ഷെൽഫിലേക്ക് മാറ്റി ഇടുക, അല്ല ചുമ്മാ വന്നിട്ട് അവിടെ. മുംബൈ നമ്മുടെ UAE അറബ്സ് പറയുന്നത് ഓയിലി, നമ്മള് കുറച്ച് ഓയിലി, അങ്ങനെ ഓയിലി. ശരിക്കും ഈ ഒരു ടോപ്പിക് ഒരുപാട് സംസാരിക്കണം. നമ്മൾ സംസാരിച്ച ഇൻഡെപ്ത് പോകേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അനദർ പോഡ്കാസ്റ്റിൽ ഇതൊരു കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു പോഡ്കാസ്റ്റ് എന്തിനു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. ഞങ്ങൾ എപ്പോഴും മീറ്റ് ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല, പക്ഷെ നമ്മൾ മീറ്റ് ചെയ്തപ്പോൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് തോന്നി. കാരണം എന്നോട് ഒരുപാട് പേര് പേഴ്സണലി ചോദിക്കുന്നുണ്ട്, അവനോട് ചോദിക്കുന്നുണ്ട്, ഇവരോടും ചോദിക്കുന്നുണ്ട്. പുറത്തു പോകുന്നവരെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഇന്റർപ്രറ്റ് ചെയ്യാം. നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കാൻ, നെഗറ്റീവായിട്ടിരിക്കും, ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ യു. പക്ഷെ നിങ്ങൾ ഇനി എടുക്കുന്ന ഡിസിഷൻസിൽ ഇതിനൊരു റിഫ്ലക്ഷൻ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഞങ്ങളുടെ സക്സസ്. ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആണ് വേണ്ടത്. പ്രോപ്പറായിട്ട് അവിടെ എന്ത് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കണക്ട് ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് ഇത് നടക്കും, നിങ്ങൾ ഉറപ്പാണ്, അല്ലെങ്കിൽ 100% ജോലി കിട്ടും, ഇതൊന്നും വെച്ച് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കുക. എന്താണ് റീസെന്റ് നടക്കുന്ന അപ്ഡേറ്റ്, എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ, എന്തൊക്കെ എടുത്താൽ നന്നാവാം, എന്തൊക്കെ എടുത്തില്ലെങ്കിൽ നന്നാവില്ല എന്നൊക്കെ അറിയണമെങ്കിൽ ഡെഫിനറ്റായിട്ട് ഞങ്ങൾ രണ്ടേരും കണക്ട് ചെയ്യാം. അല്ല, നമ്മളിപ്പോഴും നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മളൊരു ഇപ്പോഴും ഇത്രയും നമ്മൾ 1 hour കഴിഞ്ഞിട്ടും ഒരു ബ്രാൻഡിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഓൺ ബിസിനസ് ഞങ്ങൾ പറയില്ല, കാരണം ഞങ്ങൾക്ക് അത് ആവശ്യമില്ല. ഇത് നമ്മൾ അഡ്രസ് ചെയ്യുന്ന ടോപ്പിക്സ് ആണ്. ഇത് നിങ്ങൾ അറിയേണ്ട സ്റ്റുഡൻസ് ആയാലും പാരൻസ് ആണെങ്കിലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അബ്രോഡ് എഡ്യൂക്കേഷൻ നോക്കുന്ന എല്ലാവരും മസ്റ്റായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സോ ഇനി വരുന്ന സ്റ്റുഡൻസ് എങ്കിലും ഇതേപോലുള്ള ഫാക്ടേഴ്സ് നോക്കുക, ചൂസ് ചെയ്യുക, റൈറ്റ് ഓപ്ഷൻസ് റൈറ്റ് ടൈം ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. കറക്റ്റ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. വെറുതെ ഒരു പോഡ്കാസ്റ്റ്.